സങ്കടമുള്ള സമയത്തും അമിത സന്തോഷമുള്ള സമയത്തും ഒരാൾ പറയുന്നത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. മോന് ജനിച്ച് 10 വയസ്സിലാണ് മോന് ഇങ്ങനെ ഒരു മദ്രസയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ വീണ് ആണ് മരണം. സൈക്കിളായിട്ട് പോകുന്നത്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ. ഒരു പെട്ടി തിരുവനന്തപുരത്തുള്ള തീർച്ചയായിട്ടും ചോക്ലേറ്റ്സും ഈത്തപ്പോഴും അത് മാത്രം മതി, ഇവരൊന്നും വേണ്ട അതിനകത്ത്. അവർക്ക് ഡ്രസ് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു രസത്തിനാണ്. 2 വിദ്യാഭ്യാസമുള്ള ഒരു മോളെ കിട്ടിയാലുള്ള ഒരു വൈഫിന് കിട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ എപ്പോഴും യാത്ര ആയിരിക്കും. അപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റും. സൈക്കിളിൽ വന്നൊരു ഏറ്റവും വലിയ ക്വാളിറ്റി അതാ. എല്ലാ മേഖലയിലും കഴിവുണ്ടെങ്കിൽ വൈഫിന് ജോലി കിട്ടുക എന്നതല്ല ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മുടെ മക്കളെ അവർ കൊണ്ടുവരെ നോക്കും. സൈക്കിളിൽ വന്നൊരു സാബിയേ സെക്കൻഡിൽ വൈറലായി മാറിയേ. ഒരു മണപ്പുറം പ്രഭാഷണം എന്ന് പറഞ്ഞൊരു പ്രഭാഷണം കുറച്ച് വിവാദ പ്രശ്നം ഉണ്ടായ ഒരു സ്ഥലമാണ്. അന്ന് ഈ മണപ്പുറത്ത് അങ്ങനെ ഒരു ഇസ്ലാമിക സ്റ്റേജിന് അവസരം കൊടുക്കാത്തൊരു കാലത്ത് നമ്മളവിടെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു. അപ്പോൾ അതിന് കുറച്ച് മുസ്ലിങ്ങളല്ലാത്തവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഹർത്താലൊക്കെ നടത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെയുള്ളത് ആമുഖങ്ങളുടെ കൂടുതൽ ആവശ്യമൊന്നും ഇല്ലാത്ത, ഒരുപാട് കാലമായിട്ട് പ്രഭാഷണ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാക്കവിയാണ്. ഉസ്താദ്, ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് 8-9 വയസ്സുണ്ടാവുമ്പോൾ തന്നെ 2010-കളിലൊക്കെ ആ സമയത്ത് ഞാൻ കേൾക്കാൻ തുടങ്ങിയൊരു പേരാണ് നൗഷാദ് ബാക്കവി എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ, ഞാൻ കർണാടക മേഖലയിലുള്ള ആളാണ്, മംഗലാപുരം ആ ഭാഗത്തൊക്കെ പ്രത്യേകിച്ചും ഒരു ഉറൂസ് ഉണ്ടെങ്കിലും പരിപാടി ഉണ്ടെങ്കിലൊക്കെ അന്ന് തന്നെ എപ്പോഴും കൂടുതൽ കേൾക്കുന്ന ഒരു പേര് ബാക്കവി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേരായിരുന്നു നൗഷാദ് ബാക്കവി, കബീർ ബാക്കവി എന്നൊക്കെ. അപ്പോ ആ സമയത്ത് തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ഭാവിയിൽ എന്താവണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും അവരുടെ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്രഭാഷകനാവണം നൗഷാദ് ബാക്കവിയെ പോലെ എന്നൊക്കെ ആളുകൾ അങ്ങനെ ഒരു ഉദാഹരണമായിട്ടൊക്കെ പറയായിരുന്നു. അപ്പോ ഉസ്താദിന്റെ ജീവിതം ഇപ്പൊ ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് ഈ പ്രഭാഷണ മേഖലയിലേക്ക് വന്നത്, അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഉസ്താദ് ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഉസ്താദ് പബ്ലിക്കിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഒരു സൗഹൃദ സംഭാഷണം പോലെ. അപ്പോ ഉസ്താദ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്, ഈ പ്രഭാഷണ മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഉസ്താദിന്റെ പഠനകാലം, പിന്നീട് പ്രൊഫഷണൽ പ്രഭാഷണ മേഖല, ഇതെല്ലാം ഒന്ന് വിവരിക്കാമോ? ഞങ്ങളുടെ നാട് ഒരു ഗ്രാമപ്രദേശമാണ്. തിരുവനന്തപുരം ജില്ലയുടെ ചെറിയൻകീഴ് എന്ന പ്രദേശത്താണ്. അപ്പൊ അവിടെ ആദ്യമേ തന്നെ എൻ്റെ ഉമ്മായും ഉപ്പായൊക്കെ വളരെ ഈ അവിടുത്തെ വലിയ വീടുകളിൽ ജോലിക്ക് പോയി ഞങ്ങളെ നോക്കുന്ന ഒരു സമയമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴൊക്കെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയം ഉപ്പയും ഉമ്മ ഇങ്ങനെ ഉപദേശമാണ്, നാളെ പരലോകം, ഖബറ്, നാളെ ജീവിതം എന്താവും. അപ്പൊ ആ ഒരു രുചിയാണ് പിന്നെ മതപഠനത്തിലേക്ക്, മദ്രസയിലേക്ക് കൂടുതൽ താല്പര്യം. സ്കൂളിലൊക്കെ വളരെ മോശമായിരുന്നു പഠിത്തമൊക്കെ ആ സമയത്ത്. പക്ഷെ മദ്രസയിൽ മാഷാ അല്ലാഹ് എല്ലാ വിഷയത്തിനും നമ്പർ 1 ആവുക, മദ്രസയിലെ മത്സരങ്ങളിൽ പങ്കുകൊള്ളുക. അപ്പൊ അവിടുത്തെ ഉസ്താദുമാര് ഇവനൊരു ദീനിയായ രീതിയിലൊരു ഭാവി ഉണ്ടാവും എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഞാൻ തന്നെ സ്വയം എവിടെയെങ്കിലും ഒരു മതപഠനത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം സ്കൂളിൽ ഒരു നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരുന്നില്ല. സ്കൂളിൽ എപ്പോഴും ഇങ്ങനെ മദ്രസയിലേക്ക് കൂടുതൽ താല്പര്യം, കൃത്യമായിട്ട് മുടങ്ങാതെ പോവുക, ഉസ്താദുമാരെ അനുസരിക്കുക, അവർ പറയുന്ന പോലെ പഠിക്കുക, പിന്നെ അവന്റെ വിധത്തിന്റെ മത്സരങ്ങളിൽ പങ്കുചേരുക. അപ്പൊ മദ്രസ ഭയങ്കര ഹരമായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഉമ്മയോടും പാപ്പയോടൊക്കെ പറഞ്ഞിട്ട് എന്നാ പിന്നെ ദർസിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എന്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഉസ്താദിന്റെ ദർസിലേക്ക്, തിരുവനന്തപുരം ജില്ലയുടെ കിളിമാനൂര്. ആ സ്ഥലം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന പലർക്കും അത് മനസ്സിലാവില്ല. സംഭ്രമം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് ആദ്യമായിട്ട് ദർസിൽ പോകുന്നത്. മാഷാ അല്ലാഹ് അവിടെ ഒരു 5-6 വർഷം ആ ഉസ്താദിന്റെ കീഴിൽ തന്നെ പഠിച്ചു. എത്ര വയസ്സിലാണ് പോകുന്നത്? അത് SSLC കഴിഞ്ഞ പ്രായം. പിന്നെ അവിടെ നിന്ന് പൊട്ടച്ചിറ അൻവരി അറബി കോളേജിലേക്ക് അവിടെ നിന്ന് ഉപരിപഠനത്തിന് പോയി. അവിടെ 1 വർഷം പഠിച്ചതിന് ശേഷം പിന്നെ ബാക്കിയാത്തിൽ പോയി ദാഖിൽ ഇംതിഹാൻ എഴുതി, അവിടെ വിജയിച്ച് അവിടെ പഠിച്ചു. അങ്ങനെയാണ് പിന്നെ ഈ ദർസിൽ പഠിക്കുന്ന സമയത്തേ തന്നെ പ്രസംഗത്തിന് ഉസ്താദ് ഇങ്ങനെ വെള്ളിയാഴ്ച ജുമാ ഏൽപ്പിക്കുക, പ്രസംഗവും ഖുത്ബയും. ഇപ്പൊ നമ്മുടെ ഭാഗത്തൊക്കെ ജുമാ പ്രസംഗം തിരുവനന്തപുരം ജില്ലയിലൊക്കെ എല്ലാ സ്ഥലത്തും നിർബന്ധമാണ്. ജുമാ പ്രസംഗം നിർബന്ധമായിട്ട് എല്ലാവരും കേൾക്കാൻ ശ്രദ്ധിച്ച് നേരത്തെ വരുന്നതാണ്.
അപ്പൊ അതൊക്കെ ഉസ്താദ് നേരത്തെ ഏൽപ്പിക്കുക. അപ്പൊ അതിലൂടെ ഒരു പരിചയം ഉണ്ടായി, സമാജത്തിലൊക്കെ നല്ല മികവിൽ പ്രസംഗിക്കുക. അപ്പൊ ഉസ്താദ് അതിനൊരു വഴി, ഉസ്താദ് തന്നെ, എന്റെ ഉസ്താദിന്റെ പേര് അൻവർ ബാക്കവി എന്നാണ്, ചിറയൻകീഴ്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ നാട്ടുകാരനാകുമ്പോൾ എന്നെ ഏത് ക്ലിപ്പിട്ട് പിടിക്കണമെന്ന് ഉസ്താദിന് അറിയാലോ, എന്റെ സ്വഭാവം ഒരു ഉസ്താദിന് അറിയാലോ. അപ്പൊ അങ്ങനെ ഉപദേശം, പഠിത്തത്തിനേക്കാൾ കൂടുതൽ ഉസ്താദ് ഉപദേശം തന്നത്. അങ്ങനെയാണ് പിന്നെ ഈ പ്രസംഗ മേഖലയിലേക്ക് വന്നത്. ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഉപ്പ ഇങ്ങനെ ഉസ്താദിനോട് ചോദിക്കും, എന്തായി മോനെ ശമ്പളം കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. ഉപ്പ വിചാരിച്ചത് ദർസിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് പൈസ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഉസ്താദ് വീട്ടിലെ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ മദ്രസ എന്നെ ഏൽപ്പിച്ചു. ഒരു 40 കുട്ടികൾ പഠിക്കുന്ന കടയ്ക്കൽ, നമ്മുടെ കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന ദക്ഷിണയുടെ നേതാവിന്റെ നാട്ടില് കടയ്ക്കൽ മുക്കുന്നം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് ആദ്യമായിട്ട് ഒരു മതപഠന മദ്രസ നടത്തി. അപ്പൊ ആ മദ്രസയിൽ ഒരു കുട്ടി മാസം 10 രൂപ ഫീസ് തരുന്ന, മാസം 400 രൂപ ആദ്യമായിട്ട് ശമ്പളമൊക്കെ വാങ്ങി പഠിക്കാൻ ഇറങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോ തന്നെ, അത് വർഷം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ദർസിൽ പഠിക്കാൻ ഇറങ്ങി 2 വർഷം കഴിഞ്ഞപ്പോ ഏകദേശം എനിക്കൊരു 17 വയസ്സ് സാധനമേ ഉള്ളൂ. 2000 ഏകദേശം എത്ര ഓർമ്മയില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, അത് അതായത് ഒരു 10-30 വർഷത്തിന് മുമ്പല്ലേ, അത്രയും വർഷത്തിന് മുമ്പ് ഇപ്പൊ 42 വയസ്സ് 53 വയസ്സാവുന്നുണ്ട്. അപ്പൊ അത്രയും വർഷത്തിന്റെ കണക്കെന്ന് പറയുമ്പോൾ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങിയ 2 വർഷമായി. പിന്നെ ആദ്യത്തെ മദ്രസ പഠനം, അത് കഴിഞ്ഞാൽ കുട്ടികൾ തരുന്ന ഫീസ്, പിന്നെ വീട്ടിലേക്ക് അങ്ങനെ. അന്ന് ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ, ഞാൻ പ്രസംഗത്തിലേക്ക് ഇടയ്ക്ക് പറയലുണ്ട്, അന്ന് മീസാൻ എന്ന് പറയുന്ന കിതാബിന് 35 രൂപയാണ് വില. അത് എന്റെ ഉസ്താദ് എന്റെ വാപ്പാന്റെ അടുത്ത് ലീവിന് ബുധനാഴ്ച ഉസ്താദ് നാട്ടിൽ വരുമ്പോ പാപ്പ ചോദിക്കും, എങ്ങനെയുണ്ട് മോൻ, ഇപ്പൊ പറയാനൊരു കിതാബ് വാങ്ങണം, 35 രൂപയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അത് വാങ്ങിത്തരാനുള്ള സാമ്പത്തികം പോലും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചത്, അതിന് ശമ്പളം കിട്ടാറായോ എന്നൊക്കെ ചോദിച്ചത്. അപ്പൊ എന്നിട്ട് പിന്നെ ആ മദ്രസയിൽ തന്നെ പഠിപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ നാട്ടുകാര് ഒരു വെള്ളിയാഴ്ച രാവിലെ ഓരോ ദിവസം അവിടെ ചെന്ന് വൈകുന്നേരം ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ മദ്രസയിൽ തന്നെ ഇമാമത്ത് നിൽക്കാനുള്ള കുറച്ച് സൗകര്യങ്ങൾ, ചെറിയൊരു മസ്ജിദ് ഉണ്ടായിരുന്നു. അവിടെ വെള്ളിയാഴ്ച രാവിലെ ക്ലാസ് ആയി. ആ ക്ലാസ് ഉഷാറായപ്പോ പിന്നെ ക്ലാസ്സിന് മൈക്കായി. അപ്പൊ മൈക്കിൽ ഇങ്ങനെ വെളിയിലെ ആളുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. അന്നുപോലെ ഇത്രയും വ്യാപകമായി പ്രസംഗം, യൂട്യൂബൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു വലിയ കൗതുകമായിരുന്നു. പിന്നീട് അവര് തന്നെയാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് അവിടെ പിന്നെ വെച്ച് തന്നത്. അവിടെ കടയ്ക്കൽ ഉസ്താദിന്റെ ഒരു മാമയുണ്ട്, മുഹമ്മദ് മുസ്തഫ എന്ന പേര്. അദ്ദേഹം ഒരു വലിയന്റെ ഒരു ദർജയിലുള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് അദ്ദേഹം ഇങ്ങനെ കെട്ടിൽ കിടക്കുമ്പോൾ ഞാൻ പോയി അനുവാദമൊക്കെ വാങ്ങി പുറത്തൊക്കെ ചോദിച്ച് അദ്ദേഹം തിരക്കി വെച്ചൊക്കെ അനുഗ്രഹിച്ചാണ് നേരെ സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പൊ അതൊന്നും ഒരു കാലത്തും മറക്കാൻ പറ്റൂല. അതൊന്നും ചിലപ്പോ പൊതുജനങ്ങൾ ഇത് കാണുന്നവർക്കൊക്കെ ചിലപ്പോ ഇത് ആദ്യത്തെ എന്റെ നാവിന്ന് കേൾക്കുന്ന ആദ്യത്തെ ഒരു വർത്താനായിരിക്കും. പിന്നെ പിറ്റേ വർഷം അതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒന്നുകൂടെ വെച്ചു. അങ്ങനെ പിന്നെ തുടർ വർഷങ്ങളിൽ പ്രോഗ്രാമുകൾ കൂടി. റബീഉൽ അവ്വൽ റമദാൻ സീസൺ മാത്രമായി, പിന്നെ സീസൺ അല്ലാത്ത പ്രഭാഷകരായി. അങ്ങനെയാണ് പിന്നെ ഫുൾ ബുക്കായി. അടുത്ത വർഷത്തേക്കൊക്കെ ബുക്ക് ഫുൾ ആയി. ഞാൻ പണ്ടേ കേൾക്കലുണ്ട് 2 വർഷത്തേക്കുള്ള ബുക്കിംഗ്. ഒരു വർഷത്തേക്ക് എങ്ങനെ കൊടുക്കലുള്ളൂ. നമ്മൾ ഓവറായിട്ട് എങ്ങനെ ചോദിച്ചാലും അടുത്തൊരു വർഷത്തേക്കുള്ളത് എന്തായാലും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അങ്ങനെ എഴുതി ഇടലുണ്ട്. 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കലുണ്ട്. ഇപ്പൊ അങ്ങനെ എത്ര വർഷമായി അങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ട് ഒരു 10-12 വർഷമായിട്ട് ഏകദേശം ഫുള്ള് ഒരു വർഷം ആവുന്നതിന് മുമ്പ് ഇപ്പൊ അടുത്ത വർഷത്തേക്ക് ഒരു 3-4 മാസത്തത് ഏകദേശം ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കില്ല. കാരണം ഫാമിലി മക്കളൊക്കെ ആവുമ്പോ അവരുടെ ലീവ്, വെക്കേഷൻ ഒക്കെ നോക്കി നമുക്ക് കുറച്ച് വീട്ടിൽ നിൽക്കാനുള്ളതൊക്കെ നോക്കുമല്ലോ. അതുപോലെ അല്ലല്ലോ, അന്ന് പിന്നെ ഒറ്റത്തടിയായിട്ട് ഓടുമ്പോ നോക്കൂല. അന്ന് ഒരു വേദി ഒറ്റത്തടിയില്ല, കൂടെ ഒരുപാട് തടിയാകുമ്പോ ഇത്ര ഇന്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. കൂടുമ്പോ നല്ല സൈഡാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഇപ്പൊ കുറെ കാലമായിട്ട് വേദികളിൽ നിന്ന് വേദികളിലേക്ക്. അപ്പൊ ഉസ്താദിന്റെ എനിക്ക് തോന്നുന്നു പഴയ കാലങ്ങളിലേക്ക് ഭയങ്കര മതപ്രഭാഷണങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആ പഴയ അതിന്റെ അത്ര ഡെപ്ത് ആ ഒരു ഇപ്പോഴത്തെ ഈ ഓഡിയൻസ്, ജനങ്ങൾ കേൾക്കാൻ വരുന്നവര് ഇപ്പോഴത്തെ നമ്മൾ ഈ പണ്ടത്തെ പോലെ അങ്ങനെ മഹദനി ശൈലിയിലൊക്കെ പ്രസംഗിക്കുന്ന ശക്തമായ ഭാഷയിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം, പവറിൽ വരുന്ന വാക്കുകളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു ജനതയല്ല. അവരിപ്പോ സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാറിലൊക്കെ ഉസ്താദിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ പ്രസംഗമാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാ,
പക്ഷെ നമ്മളങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലും നമ്മൾ വാക്കുകയാവൂല, അതാ പ്രശ്നം. അവരങ്ങനെ പണ്ടേ കേട്ടപ്പോ ആളുകൾ എക്സ്പെക്ട് ചെയ്തില്ല. എപ്പോഴും പറയും എവരെന്തിനായി കിടന്ന് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ആ വീഡിയോ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ ഒരു അങ്ങനെ പഞ്ചിൽ പറഞ്ഞ് നിർത്താനാണ് ശീലിച്ചത്. ആദ്യം മുതലേ അങ്ങനെ ശീലിച്ചത് കൊണ്ട് അങ്ങനെ വരുന്ന നമ്മൾ പുതിയൊരു ശൈലിയിലേക്ക് വരും. ഇപ്പൊ സാവധാനിക്കും അതിനാവാൻ പറ്റില്ല, സിംസാറിലൊക്കെ കബീർ വാക്കവിയാവാൻ പറ്റൂല, കബീർ വാക്കവിക്ക് നൗഷാദ് വാക്കവിയാവാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ആ ശൈലി എങ്ങനെ പോകുന്നത്. എന്നാലും ഞാൻ കുറെയൊക്കെ പഴയ ശൈലി മാറ്റി. ചില ആളുകൾക്ക് പഴയ ശൈലിയാണ് ഇഷ്ടം, എന്നാൽ പോലും പഴയ ശൈലിയൊക്കെ കുറെ മാറ്റി കുറെ വിഷയങ്ങളൊക്കെ നോക്കി തയ്യാറാക്കിയാണ് ഇപ്പൊ പറയുന്നത് പല സ്ഥലത്തും. അല്ലെ, മാഷാ മാഷാ. എനിക്ക് തോന്നുന്നു ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓഡിയൻസ് ഉസ്താദ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ്. മാറുമ്പോൾ അവർക്ക് ഒരു വിഷമം ഉണ്ടാവുന്നത്. മാഷാ അല്ലാ. അപ്പൊ ഉസ്താദിന്റെ അങ്ങനെ ആ ഒരു പഠനകാലം അല്ലെ, മാഷാ അല്ലാ. പിന്നീട് ഉസ്താദിന്റെ മക്കള് കുടുംബമൊക്കെ എങ്ങനെയായിരുന്നു? പിന്നീട് ഞാൻ ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെ സാധുവായ ഒരു കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുമ്പോൾ വീട്ടിലൊക്കെ വലിയ വിഷയമായിരുന്നു. നീയാണ് നമ്മുടെ പ്രതീക്ഷ, വലിയ സമ്പന്നരായ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. ഉപ്പായുമ്മ എപ്പോഴും പറയും, നിന്നിലാണ് നമ്മുടെ പ്രതീക്ഷ, നീ പ്രസംഗിക്കും, നീ വലിയ ആലിമാവും, അപ്പോൾ വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ നമ്മളെ ദാരിദ്ര്യമൊക്കെ തീരും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്, അതായത് 5 പെൺമക്കളുള്ള കുടുംബത്തിൽ നിന്നാണ് ഒരു മോളെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ വീട്ടിലൊക്കെ വലിയ വിഷയമായിരുന്നു, മോളെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ആ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു, അൽഹംദുലില്ലാ. പിന്നീട് ആദ്യത്തെ മോനാണ് മുസ്താഖ് അഹമ്മദ്. അവൻ റബീഉൽ അവ്വൽ 12-നാണ് ജനിക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ പ്രസംഗം ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെയായിരുന്നു പ്രസംഗം. ആ മോനെ കണ്ട് ഹോസ്പിറ്റലിൽ പോയി, മോനെ കണ്ടതിന് ശേഷം അന്ന് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. എന്റെ നാട്ടിലായിരുന്നു പ്രസംഗം, ഞാൻ പഠിച്ച മദ്രസയിലായിരുന്നു അന്ന് പ്രസംഗം. അപ്പൊ എന്റെ നാട്ടുകാർക്കൊക്കെ അതറിയാം, അന്ന് ആ വിഷയം പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവന് ഏകദേശം ഒരു 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫിക്സ് ഉണ്ടായി. അത് അപസ്മാരം. നമ്മളിപ്പോ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഈ പാണക്കാട് ഈ ഫിക്സിന് ഒരു മരുന്നുണ്ട്, തങ്ങന്മാരൊന്നും പോയി കണ്ടാൽ നല്ല. അങ്ങനെ ഹൈദരലി തങ്ങളെ ജാമ്യ സമ്മേളനത്തിന് പോയിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഹൈദരലി തങ്ങള്, ഞാനും മനസ്സിലാക്കുന്നത് ഹൈദരലി തങ്ങള് ഒരു സാധാരണ തങ്ങളെ പോലെയല്ല, ഒരുപാട് പ്രത്യേകതകൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഹൈദരലി തങ്ങളെ കുറിച്ച് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ തൊണ്ടയിടറി കണ്ണ് നിറഞ്ഞു പോകും. കാരണം അത്രയും എനിക്ക് അടുത്ത് അറിയാന്നുള്ളൊരു തങ്ങളാണ്. അപ്പൊ ഈ മോനെ ഇങ്ങനെ കുറെ നേരം ശ്രദ്ധിച്ചു നോക്കി. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ തങ്ങൾ അതേപോലെയൊക്കെ ചെയ്തിട്ടും തങ്ങളുടെ മുഖത്തൊരു നിരാശ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നെന്തോ എൻ്റെ ഒരു അസുഖം ആവില്ലെന്നോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു സൂചന പോലെ തന്നെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ പലർക്കും പല രീതിയിലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പൊ കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നൊക്കെ ചിന്തയുണ്ടാവാം. പക്ഷെ അതൊക്കെ വേറെ വിഷയം. ഞാൻ എൻ്റെ ഒരു അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് തങ്ങൾക്ക് ഇങ്ങനെ എന്തോ തങ്ങൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ തങ്ങളെ മോനെ കൊണ്ടിരുത്തുമ്പോഴും മോനെ ഭക്ഷണമൊക്കെ വാരി കൊടുത്തു. അപ്പൊ പിന്നീട് മോൻ വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ അബ്ബാസ് അലി തങ്ങളോട് പറഞ്ഞു, സംഘടനക്കാരോടും പാർട്ടിക്കാരോടും ആരും പറയാതെ നേരെ വണ്ടിയിൽ വാക്കുവിലെ വീട്ടിൽ പോയി ദുആ ചെയ്ത് ഖബർ സിയാറത്തും ചെയ്തിട്ട് തിരിച്ച് പാണക്കാട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഹൈദരലി തങ്ങളെ ഏൽപ്പിച്ചു വിട്ടു അബ്ബാസ് അലി തങ്ങളെ. അപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ട് അബ്ബാസ് അലി തങ്ങൾ ആദ്യം പറഞ്ഞത്, ഹൈദരലി തങ്ങൾ പറഞ്ഞിട്ട് വന്നാണ് ദുആ ചെയ്യാൻ. അത്രയും തിരക്ക് മാറ്റി വെച്ചിട്ട് തങ്ങൾ പറഞ്ഞു. അപ്പൊ അത്രയും സ്നേഹവും അത്രയും ഇഷ്ടം. മോന് വേണ്ടി തുടങ്ങിയ സ്നേഹസാഗരം ശിലാസ്ഥാപനം നടത്താൻ എല്ലാ ജോലിയും, അന്ന് ഡ്രൈവർ നാസർ എന്ന് പറഞ്ഞ ആളാണ് പാണക്കാട്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് തങ്ങൾ തന്നെ ഡയറക്റ്റ് വന്ന് ശിലാസ്ഥാപനം നടത്തുന്ന വലിയ സംഭവമാണ്. പുലിവെയിലത്ത് ആ കുഴിയിൽ നമ്മളൊരു നല്ല വെയിലുള്ള സ്ഥലത്താണ്, ഈ സൂര്യൻ കറക്റ്റ് അടിക്കുന്ന സ്ഥലമാണ് ഈ സ്നേഹസാഗരം. ആ കുഴിക്കകത്ത് ഇറങ്ങി കുറെ നേരം ദുആ ചെയ്തു. അപ്പൊ അങ്ങനെ മോനുമായിട്ട് ആദ്യം മോന്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് ഹൈദരലി തങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ. ആ രീതിയിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. അപ്പൊ മോന് ജനിച്ച് 10 വയസ്സിലാണ് മോന് ഇങ്ങനെ ഒരു മദ്രസയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ വീണ് ആണ് മരണം. സൈക്കിളായിട്ട് പോകുന്നത്. സൈക്കിളിൽ കല്ലിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഉണ്ടാവും. പക്ഷെ ഈ ഫിക്സ് ആയതുകൊണ്ട് വെള്ളത്തിൽ വീഴുമ്പോൾ കുട്ടിയൊക്കെ അങ്ങനെ ഫിക്സ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ വെയിറ്റ് കൂടും. അപ്പൊ പിന്നെ പൊങ്ങി വരാൻ ചെറിയ പ്രയാസമാണ്. നമ്മളെ ഫാറൂഖ് നൈമി ഉസ്താദിന്റെ കോളേജ് എന്റെ തൊട്ടടുത്താണ് ഈ കുളത്തിന്റെ. അപ്പൊ നൈമി ഉസ്താദിന്റെ മുത്തലിമീങ്ങളാണ് ഓടി വന്ന് ഈ കുട്ടി എടുക്കുന്നത്. അപ്പൊ ഒരു കുട്ടി ഉണ്ടു എന്ന് കരുതിയിട്ട് ആദ്യത്തെ കുട്ടി എടുത്തു. പക്ഷെ എന്റെ മോൻ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവനെ എടുക്കുന്നത്. അങ്ങനെയാണ് സംഭവം. കുറച്ച് വൈകിപ്പോയി. അങ്ങനല്ലേ? അത് ഒരു നെറ്റോടിലൂടെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഞാൻ അന്ന് ഹറമിലായിരുന്നു. പിന്നെ അന്ന് യൂസുഫലി സാറിന് അതിനു മുമ്പ് ഗസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ യൂസുഫലി സാറ് കുറെ നേരം ഫോണിൽ തന്നെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അന്നത്തെ മാനസിക വിഷമത്തില്. പക്ഷെ അന്ന് ഞാൻ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലെത്താനുള്ള സൗകര്യം ഏതെങ്കിലും തരത്തിൽ യൂസുഫലി സാർ ചെയ്തു തരുമായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഞാൻ ആ വിഷമത്തിൽ അബുദാബി എയർപോർട്ടിൽ കുറെ സമയം അങ്ങനെ വെയിറ്റിംഗ് ഫ്ലൈറ്റ് ഒക്കെ കിട്ടിയത്. പക്ഷെ എന്നാലും ഞാൻ വന്നതിന് ശേഷമാണ് അടക്കിയത്. ആ വിഷയത്തിൽ കബീർ വാക്കവിയാണ് കൂടുതൽ റിസ്ക് എടുത്തത്. ഞാൻ കബീർ വാക്കവി ഫോൺ വിളിച്ച് പിന്നെ എന്താ ചെയ്യട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അടക്കിക്കോ, എന്തായാലും നമ്മളൊക്കെ പഠിച്ചല്ലേ, പെട്ടെന്ന് അടക്കണം.
പെട്ടെന്ന് നടക്കണം, ഇനിയിപ്പോ കണ്ടിട്ട് ഇതില്ല, എന്തായാലും അടക്കിക്കോന്ന് പറഞ്ഞു. മക്കത്തുനിന്ന് വിളിച്ചപ്പോ അപ്പൊ എന്നെ പറഞ്ഞു, നീ വരാതെ എന്തായാലും ഞാൻ അതിന് നേതൃത്വം കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു, ബാപ്പി വരാതെ അടക്കാൻ ഞാൻ സമ്മതിക്കൂല, എന്തായാലും ബാപ്പി വരുത്തണം, എനിക്ക് മോനുള്ളതാണ്. സങ്കടമുള്ള സമയത്തും അമിത സന്തോഷമുള്ള സമയത്തും ഒരാൾ പറയുന്നത് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ എനിക്ക് എല്ലാ കാലത്തും എനിക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാടതാ. കാരണം ഞാൻ അത്ര വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കല്ലേ. അപ്പൊ അതിനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല, നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് സുബഹിക്ക് മുമ്പ് ഞാൻ എത്തി. അതിനുശേഷമാണ് പിന്നെ അടക്കമൊക്കെ നടത്തിയത്. പിന്നെ അതിനുശേഷം അൽഹംദുലില്ലാ ആ മോന്റെ പേര് മുസ്താഖ് അഹമ്മദ്, പിന്നെ മുഖ്താർ അഹമ്മദ്, മിസ്ബാഹ് അഹമ്മദ്, മുഹമ്മദ് മിസ്താബ്, അങ്ങനെ 3 ആമക്കൾ ഇപ്പോൾ ഉണ്ട്. 2 പെൺകുട്ടികളുണ്ട്. മോൻ മരണപ്പെട്ടതിന് ശേഷമാണ് പെൺമക്കൾ ഉണ്ടായത്. മൂത്ത മോളെ പേര് ഫാത്തിമ ബിഷാറ, രണ്ടാമത്തെ മോളെ പേര് ഹംന സെയ്തു എന്നാണ്. അപ്പൊ ഈ 5 മക്കളാണ് നിലവിലുള്ളത്. അതായത് ഒരു മോൻ അൽഹംദുലില്ലാ മുസ്താറിന്റെ ഇളയ മോൻ ഹാഫിദായി. അവന് സാബി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദുബായിൽ വെച്ച് സാബിയെ കാണുന്നു എന്ന് പറഞ്ഞപ്പോ എന്തായാലും സാബി കാണുന്നൊരു അത്ര വാങ്ങിക്കൊണ്ട് വരണത് എന്ന് പറഞ്ഞു. നല്ല ഇഷ്ടമാണ് നിങ്ങളെ. അവൻ പിന്നെ ഈ സ്ട്രൈറ്റ് പാത്തിലായതുകൊണ്ട് കുറച്ച് അവിടുത്തെ തങ്ങന്മാരെ മക്കളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്, പാണക്കാട്. അപ്പോ അവിടെ കുറച്ച് ഈ മലബാർ കോഴിക്കോടുള്ള മക്കളായതുകൊണ്ട് നിങ്ങളെ അറിയാം, നിങ്ങളെ ഇൻസ്റ്റയൊക്കെ വീട്ടിൽ പോകുമ്പോൾ നോക്കുന്ന കുട്ടികളാണ്. അപ്പൊ എന്റെ പറഞ്ഞ എന്തായാലും സാധിക്കാരെന്ന് എനിക്ക് അത്ര പ്രത്യേകിച്ച് പറഞ്ഞു കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മക്കൾക്ക് വേണ്ടി നിങ്ങളും ഒരുപാട് ഉസ്താദന്മാരെ സയ്യിദന്മാരെയൊക്കെ കാണുന്നതാണ്. അപ്പൊ ജസ്റ്റ് അവരോട് ഈ ഇന്റർവ്യൂ മറ്റൊന്നും അല്ലാത്ത വീഡിയോ ഒന്നും അല്ലാത്ത സമയത്ത് അവരോട് ജസ്റ്റ് ദുആ വസീയത്ത് ചെയ്യുമ്പോൾ എന്റെ മക്കളെ കാര്യം കൂടി വലിയ പ്രതീക്ഷയാണ്. ഇപ്പോഴത്തെ കാലം വളരെ മോശമാണല്ലോ. അപ്പൊ മക്കളെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അതിയായ ആഗ്രഹമാണ്. അതുകൊണ്ട് മക്കളെല്ലാം അവിടെ പഠിക്കുന്നത്, മലബാറിലെ സ്ട്രൈറ്റ് പാത്തിലാണ് പഠിക്കുന്നത്. എല്ലാവരും അവിടെ പഠിക്കുന്നത്. പെൺമക്കളെ നാട്ടിലാണ്, ബാക്കി പെൺമക്കളെ ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കണം. 2 വിദ്യാഭ്യാസം മക്കൾ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ മക്കള് പഠിക്കണം, വളരണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് അതാണ്ട് വേണ്ടി ഇപ്പൊ അതിനുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഉസ്താദ് അപ്പോ ആ മോന്റെ പേരിലാണ് ഈ സ്നേഹസാഗർ എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നത്. മോന് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. മോൻ മരണപ്പെട്ടപ്പോ അവന്റെ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല പെട്ടെന്ന്. അപ്പൊ ആ വിഷമത്തില് കുറെ ആളുകളെ സഹായിക്കാന്, കിടപ്പ് രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പോയ കൂട്ടത്തില് അൻസാരി എന്ന് പറയുന്ന ഒരാളെ, സൗദിയിൽ 15 വർഷം ആംബുലൻസ് ഡ്രൈവറായിരുന്നു, അയാളെ കാണാൻ വേണ്ടി പോയപ്പോ അയാള് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു. സ്നേഹസാഗരത്തിന്റെ ഫസ്റ്റ് പിടിയതാ. അയാള് പറഞ്ഞു, ഞാൻ 15 വർഷം സൗദിയിൽ ആംബുലൻസ് ഡ്രൈവറായിരുന്നു, വണ്ടി മറിഞ്ഞ് തളർന്ന് എന്റെ കുടുംബമൊക്കെ പോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആര് പോയാലും ഉമ്മ പോകില്ലല്ലോ. അപ്പൊ ഉമ്മയാണ് ഇപ്പൊ എന്റെ മലമൂത്രമൊക്കെ പോരുന്നത്. അപ്പൊ അതുകൊണ്ട് വിഷമാണ്, ഉമ്മ അത് ചെയ്യുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് മാറ്റി ഒരു സർവന്റിനെ നിശ്ചയിച്ചിട്ട് എന്നെ നോക്കാൻ ആളാക്കണം എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ വാടകക്കെട്ടിലെടുത്ത് അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹമാണ് സ്നേഹസാഗരത്തിന്റെ ആദ്യത്തെ രോഗി. അങ്ങനെയാണ് പിന്നെ പതിയെ അതുപോലത്തെ രോഗികളായി, കിടപ്പ് രോഗികളായി. പിന്നെ അതിനെ എന്നാൽ പിന്നെ ഒരു അടിസ്ഥാനപരമായിട്ട് ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ച് മോന്റെ പേരിൽ മുസ്താഖ് അഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റ് രൂപീകരിച്ചു. ആ മോന് വേണ്ടിയിട്ട് അങ്ങനെ 1 ഏക്കർ സ്ഥലം വാങ്ങി, പുതിയ വില്ലകളൊക്കെ കെട്ടി. മാഷാ അല്ലാഹ് അതിന്റെ പണികളെല്ലാം കഴിഞ്ഞ് ഒക്ടോബറിലായിരുന്നു ഉദ്ഘാടനം. അതിന്റെ ഫിനിഷ് വർക്കിന്റെ ഈ 25 ലക്ഷം രൂപ തന്നത് യൂസുലി സാറാണ്. കഴിഞ്ഞ റമദാന് വന്നപ്പോൾ വീട്ടിൽ വിളിച്ച് തന്നു. അപ്പൊ അതാണ് ഫിനിഷ് ചെയ്തത്. എല്ലാരും എന്നോട് പറഞ്ഞു, എന്തായാലും ആ പൈസ കിട്ടി ഫിനിഷ് ആവണോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കുറെ, എനിക്ക് ചില ഹിക്കുമൊന്നും അറിയില്ല, സാറിനെ പോയി ഇങ്ങനെ കാണുമെന്ന് അറിയില്ല. സാറിന്റെ സെക്രട്ടറി ഷാഹിദിനെ എങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് റമദാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ബാക്കി കുറെ നാളുകൊണ്ട് കൂടെ നടക്കുന്നുണ്ട്, എന്താണ് ആവശ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കണം, ഒരു 50 ലക്ഷം ഉണ്ടെങ്കിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, നിങ്ങൾ ട്രസ്റ്റിന്റെ പേപ്പർ വർക്ക് എല്ലാം പൂർത്തിയാക്കിയിട്ട് വന്നാൽ കാര്യമായിട്ട് സഹായിക്കുക. ഇപ്പൊ ബിൽഡിംഗ് പൂർത്തിയാക്കാനുള്ള 25 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ പൈസ അപ്പോഴും തന്നെ അങ്ങനെ തന്നെ തന്നു. മാഷാ അല്ലാഹ് അതിൽ പൂർത്തിയായി. ഒക്ടോബറിൽ ഉദ്ഘാടനം നടത്തി. സാറിന് തൃശ്ശൂർ വീട്ടിൽ പോയി കത്തും കൊടുത്തു, ഇങ്ങനെ ഉദ്ഘാടനം. അപ്പൊ ക്ഷണിക്കാത്തതിൽ ഇങ്ങനെ പരിവൊക്കെ പറഞ്ഞു, ഞാൻ വരണ്ടേ ഉദ്ഘാടനത്തിന്, ചിലപ്പോ തമാശക്ക് ചോദിച്ചായിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ തെക്കൻ കേരളത്തിലെ KP അബൂബക്കർ സറത്ത് എന്ന മഹാനായ ഒരു മനുഷ്യനാണ്, വലിയന്റെ പദവിയിലേക്ക് എത്തുന്ന സൂഫിയായ ഒരു മനുഷ്യനാണ്, ദക്ഷിണയുടെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് മാഷാ അല്ലാഹ് സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പുതിയ ബിൽഡിങ്ങിലാണ്. അപ്പോ മാഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ പ്രതീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൃദ്ധസദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെട്ടുപോയവരെ സഹായിക്കല. അല്ലാതെ എന്തായാലും കുഴപ്പമില്ല, എന്നെ മോനടിച്ചാലും എനിക്ക് നൗഷാദ് സ്നേഹസാരം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാനിപ്പോ ഉമ്മായി ചവിട്ടി ഇറക്കിയാലും അയാളെ നോക്കിയോളും എന്ന് പറയാൻ വേണ്ടിയിട്ടുമല്ല. ഇത് അങ്ങനെ ആയിപ്പോയ കുറെ ആളുകളുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും. അപ്പൊ അവരെ എടുത്തിട്ട് അവർക്ക് ഭക്ഷണം, വസ്ത്രം, ചികിത്സ ഒക്കെ ഒരു ചെറിയ രീതി മാത്രം, ഓവറായ ചികിത്സ എല്ലാവർക്കും ഇപ്പൊ 76 പേരുണ്ട്. 76 പേർക്ക് അത്രയും വലിയ ചികിത്സ കൊടുക്കാൻ പറ്റിയ ഒരു ഇതിലല്ല, ചെറിയ രീതിയിലൊക്കെ ചെയ്ത് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ബന്ധപ്പെട്ട്
മെഡിക്കൽ കോളേജിലൊക്കെ കണക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം, സ്നേഹസാരത്തിന്റെ കീഴിൽ RCCയിൽ ഫുഡ് കൊടുക്കുക, ബ്ലഡ് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് വീടും മറ്റൊക്കെ എടുത്തു കൊടുക്കുക, ആംബുലൻസ് സർവീസ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അലഹമില്ല. ഓൻ മരണപ്പെട്ടതിന് ശേഷം ജീവിതം അങ്ങനെ ഒരു റൂട്ടിലേക്കാണ് തിരിഞ്ഞത്. പിന്നെ മറ്റ് ആഗ്രഹം, ആദ്യം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, അവിടെ വസ്തു വാങ്ങണം, ബിൽഡിംഗ് കെട്ടണമെന്നല്ല. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. മോന്റെ വഫാത്തിന് ശേഷം പിന്നെ അവന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ കാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ ആയി, അങ്ങനെയാണ് പോകുന്നത്. ദിശ മൊത്തം മാറ്റി. ഇപ്പൊ അത് 76ഓളം ആളുകൾ സാധാരണ വൃദ്ധസദനം ഇപ്പൊ, അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യൻ ഒരുപാട് ഗവൺമെന്റ് ഒക്കെ ഉണ്ടാവും, മറ്റു മത സ്ഥാപനങ്ങൾ സംഘടനകൾ നടത്തുന്നതിലേക്ക് പോകേണ്ടി വരും. അതിന് പകരുന്നത് നല്ലൊരു അവസരമാണ് ആ ഭാഗങ്ങളിൽ അല്ലെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. പിന്നെ ഉസ്താദ് തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, സാധാരണ എനിക്കറിയില്ല, ഞാനിങ്ങനെ കേട്ട ഒരു വിവരമാണ്. അതായത് നമ്മുടെ ഈ ഒരു ഉത്തര മലബാറിലോ അല്ലെങ്കിൽ ദക്ഷിണ കർണാടകയിലുള്ള അത്ര ഒരു ഇസ്ലാമിക ചുറ്റുപാട്, മദ്രസ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു പർദ്ദ ധരിക്കുന്ന സമ്പ്രദായം, അങ്ങനെയുള്ള മതപ്രഭാഷണങ്ങൾ അതൊക്കെ കുറവാണ്. അത് ശരിയാണോ? ഇപ്പൊ കുറവാണെന്ന് പറഞ്ഞൂടാ, പക്ഷെ നേരത്തെ ഒക്കെ കുറവാണ്. കാരണം ഒന്ന്, സമസ്ത അമിതമായിട്ട് ഈ എറണാകുളം വിട്ടങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു കുറവ് നല്ലപോലെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദക്ഷിണ മോശമെന്ന് പറയാൻ ഞാൻ ആളല്ല. എന്റെ മക്കളൊക്കെ ദക്ഷിണയുടെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിക്കുന്ന സംസ്ഥയുടെ മദ്രസയിലാണ്, ഞാൻ പഠിച്ച സംസ്ഥയുടെ മദ്രസയിലാണ്. പക്ഷെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലൊക്കെ ദക്ഷിണയുടെ മദ്രസകൾ സജീവമാണ്, ദക്ഷിണയുടെ ഉസ്താദന്മാർ സജീവമാണ്. പക്ഷെ എന്തുകൊണ്ടോ ജനങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ഇസ്ലാമിയത്ത് ഇട്ട് കൊടുക്കാൻ, ഒരു ആവേശമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു കുറവ് അവിടുത്തെ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലുണ്ട്, മറ്റ് രീതികളിലൊക്കെ ഉണ്ട്. എല്ലാ വിഷയത്തിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാലും അവരെ വേഷത്തിലോ രൂപത്തിലോ അല്ല, മാഷാ അല്ലാഹ് നല്ല ഇസ്ലാമുള്ള വലിയ സംഘം എപ്പോഴും ആ പള്ളിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക, ദീനിന് വേണ്ടി ഒരുമിച്ച്, അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ സംഘം നമ്മുടെ തെക്കൻ കേരളത്തിലുണ്ട്. അതില്ലാന്ന് പറഞ്ഞുകൂടാ നമുക്ക്. പക്ഷെ ഈ പൊതുവെയുള്ള ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രഭാഷണത്തിന് വേണ്ടി അത്രയും ആൾ കൂടുക, അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ മുഖം മറച്ച് ആ രീതിയിൽ തന്നെ നടക്കുക, അതൊക്കെ കുറച്ച് കുറവായിട്ട് കാണാമെങ്കിലും മാഷാ അല്ലാഹ് ഉള്ളിലെ ഈമാന്റെ വിഷയത്തിൽ അവരൊക്കെ വളരെ ആവേശമുള്ള രീതിയിൽ ഇസ്ലാമിന്റെ ഒരു വിഷയം വന്നാൽ ഒരുമിച്ച് നിൽക്കുക, എന്തെങ്കിലും ആവശ്യം വന്നാലും അതിനൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോ മാഷാ അല്ലാഹ് മലബാർ പോലെ തന്നെ പല സ്ഥലങ്ങളിലും പ്രഭാഷണത്തിന്റെ വേദിയാണെങ്കിലും മറ്റൊക്കെ ഇപ്പോ വളരെ സജീവമാവുകയും അറബി കോളേജുകൾ, മുത്താലിമീങ്ങൾ ഒക്കെ ധാരാളമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പർദ്ദ സമ്പ്രദായം അങ്ങനെ ഈമാൻ ഉണ്ടാവും, പക്ഷെ പർദ്ദ ധരിക്കുക എന്നുള്ള ഒരു കൾച്ചർ മുമ്പിൽ അത് എപ്പോഴും ഇങ്ങനെ പറയലുണ്ട്. ഇപ്പൊ പർദ്ദ ധരിച്ച് മുമ്പിനകത്ത് ആവണോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് ചോദിക്കുന്ന ഒരാളുകളുണ്ട് അവിടെ. പർദ്ദ ഇട്ടില്ലെങ്കിലും നമുക്ക് മാന്യമായ വസ്ത്രം ധരിച്ച പോലെ എന്നൊക്കെ ചോദിച്ചപ്പോ പർദ്ദ, എന്നാലും അൽഹംദുലില്ലാ ഇപ്പൊ സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും കുറെയൊക്കെ മാഷാ അല്ലാഹ് നല്ല രീതിയിലുള്ള മാറ്റം കാണുന്നുണ്ട്. ഇസ്ലാമികമായ മാറ്റം വേഷത്തിലും ഉണ്ട്, പെരുമാറ്റത്തിലും ഒക്കെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദിന്റെ ഈ പ്രഭാഷണ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾക്ക് ഏത് നാട്ടിലേക്കാണ് പോയത്? ഏത് ഭാഗത്തെ ഏറ്റവും കൂടുതൽ പരിപാടി, ഏറ്റവും ആള് കൂടിയത് എറണാകുളത്തെ ആലുവ ഒരു മണപ്പുറം പ്രഭാഷണം എന്ന് പറഞ്ഞൊരു പ്രഭാഷണം, കുറച്ച് വിവാദ പ്രശ്നം ഉണ്ടായ ഒരു സ്ഥലമാണ്. അന്ന് ഈ മണപ്പുറത്ത് അങ്ങനെ ഒരു ഇസ്ലാമിക സ്റ്റേജിന് അവസരം കൊടുക്കാത്തൊരു കാലത്ത് നമ്മളവിടെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു. അപ്പൊ അതിന് കുറച്ച് മുസ്ലിങ്ങളല്ലാത്തവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഹർത്താലൊക്കെ നടത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് എനിക്ക് തോന്നുന്നു അമിതരിതങ്ങളായിരുന്നു ഉദ്ഘാടനം തോന്നുന്നുണ്ട്. ഭയങ്കര ജനവും, എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സദസ്സ് അതായിരുന്നു. എത്ര ആൾക്കാരുണ്ടാവുന്നു അങ്ങനെ പറഞ്ഞാലും അന്ന് പത്രത്തിലൊക്കെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ എനിക്ക് അത്രയൊന്നും പറയാൻ പറ്റൂല. കാരണം ഞാനിങ്ങനെ മണപ്പുറത്ത് നിന്ന് സ്റ്റേജിൽ ഇങ്ങനെ നോക്കിയാല് എനിക്ക് അങ്ങ് കണ്ടെത്താത്ത ദൂരത്തോളം ആള് തടിച്ചു കൂടിയൊരു അത് ഒരുപക്ഷെ എന്റെ പ്രസംഗം കേൾക്കാൻ എന്നതിനപ്പുറം അതൊരു ഇഷ്യൂസ് ആയി മാറി. നമ്മളവിടെ പരിപാടി നടത്തും, മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുകയും അതൊരു വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ്. അതുപോലത്തെ ഒരു പരിപാടി എനിക്ക് പിന്നെ വേറെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഭയങ്കര വിഷയമായിരുന്നു. അന്ന് രാത്രി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ആളുകൾ പറഞ്ഞു. അങ്ങനെ കുറെ വലിയൊരു വിഷയത്തിൽ നിന്ന് പടച്ച രക്ഷപ്പെടുത്തുകൂടെ ചെയ്ത ഒരു സദസ്സായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പ്രഭാഷണത്തിന് പോയിട്ടുണ്ടാവും? പ്രഭാഷണത്തിന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും, പിന്നെ കർണാടക, പിന്നെ ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ UAE ഒരു പ്രാവശ്യം ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 2011-12 സമയത്ത്. അതിലും ഈ പറഞ്ഞ പോലെ യൂസുഫ് സാറിന്റെ ഒരു തെരഞ്ഞെടുക്കലാണ്. അദ്ദേഹം പറയുന്ന ആളിനാണോ അങ്ങനെ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന്. കാരണം അവരെന്താ പ്രസംഗിക്കുക, എന്താന്ന് തീരുമാനിക്കാന്ന് ഈ ഇവിടുത്തെ ഭരണാധികാരിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരൊരു വലിയ ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോ അതിനെ കുറിച്ച് അറിവുള്ള ഒരാളുടെ അഭിപ്രായം ചോദിച്ചിട്ട് കൊണ്ടുവരുള്ളൂ. അപ്പൊ അദ്ദേഹം എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ എനിക്ക് വന്ന് വരാൻ പറ്റി. മാഷാ അല്ലാഹ് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത
മനോഹരമായ അനുഭവമാണ്. അതുപോലെ ഒരു സുഖമുള്ള ഒരു ജീവിത കാലം കിട്ടിയിട്ടില്ല. കാരണം അതിന് സെക്യൂരിറ്റി ഉണ്ടാവും, അതിന് വണ്ടി ഉണ്ടാവും, നമുക്ക് തന്നെ സ്വന്തമായിട്ട് യുഎയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലിൽ താമസം, പിന്നെ ഇഫ്താറും അതുപോലെ സുഹൂറും ഒക്കെ, ബൊഫെ, പ്രഭാഷണം വളരെ 10 മിനിറ്റ് തന്നെ അവർക്ക് കൂടുതലാണ്. റിസ്കിലല്ലോ. അവർ 5 മിനിറ്റ് മലയാളത്തിൽ 5 മിനിറ്റ് അറബിയിൽ എന്തെങ്കിലും പ്രസംഗിക്കുക, അവർ തരുന്ന കണ്ടന്റ് വിഷയം പ്രസംഗിക്കുക. 2-3 വലിയ സ്റ്റേജ് ഉണ്ടാവും. ബാക്കി 27-26 ദിവസങ്ങൾ അങ്ങനെ ഇവരുടെ അണ്ടറിൽ ഇങ്ങനെ നിൽക്കുക ഗസ്റ്റ് ആയിട്ട്. അവർ പോകുന്ന യുഎയിൽ ഒരുപാട് രാജ്യങ്ങൾ കാണാം, ഭരണാധികാരികളെ മുസാഫത്ത് അവരോടൊപ്പം ഇരിക്കാം, ഇഫ്താർ നടത്താം. അങ്ങനെ ഒരു വലിയ ഭാഗ്യം അൽഹംദുലില്ലാഹ് ഈ പാവപ്പെട്ടവർ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു മൂലയിൽ കിടന്ന പാവപ്പെട്ടവർ കഴിഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സൗഭാഗ്യമാണ്. പിന്നെ ബാക്കി ഗൾഫ് കൺട്രീസ്, ഇപ്പൊ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, അങ്ങനെ ആ സ്ഥലത്തൊക്കെ പ്രഭാഷണത്തിന് പോയി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അതൊക്കെ ഒരു വലിയ തോപ്പടക്കം ചെയ്ത വലിയ നിയമം തന്നെയാണ്. ആരാണ് ആദ്യമായിട്ട് യുഎയിലേക്ക് സ്ഥാനം കൊണ്ടുവന്നത്? ആദ്യമായിട്ട് ഞാൻ മലബാറിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗം കേട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രസംഗത്തിൽ എവിടെയോ എനിക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് ദുആ ചെയ്യുമ്പോൾ കുറച്ച് കടങ്ങളൊക്കെ, അന്ന് വീട് വെച്ച തുടക്ക സമയമാണ്. ഇപ്പൊ മലബാറിൽ എവിടെയോ പ്രസംഗിച്ചപ്പോൾ കുറെ സാമ്പത്തിക ബാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ വിഷയവും എല്ലാവരുടെ വിഷയവും ഇങ്ങനെ മനസ്സിൽ കരുതി പറഞ്ഞപ്പോ അപ്പൊ അതങ്ങനെ കേട്ടിട്ട് ചങ്ങനംകുളത്തുള്ള ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, സഹോദരൻ എന്ന് തന്നെ പറയണം, മാറിപ്പോയ പ്രശ്നമാണ്, അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഷോപ്പ് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അബുദാബിയിലേക്ക് വിസ എടുത്ത് എന്നെ ആദ്യമായിട്ട് യുഎയുടെ മണ്ണിൽ ചവിട്ടാനുള്ള ഒരു അവസരം എനിക്ക് തന്ന അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്നെ ഓരോന്ന് പരിചയപ്പെടുത്തി, യുഎഇ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു, ദുബായിൽ കൊണ്ടുവന്നു, ദുബായ് മാളുകൾ ജലീസൊക്കെ കാണിച്ചു, അദ്ദേഹത്തിൻ്റെ ഭോട്ടോസ്. അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു അത്. എനിക്ക് അതിനേക്കാൾ ആഘോഷം, ഞാൻ ആദ്യമായിട്ട് കാണുന്നല്ലേ നാട്. പിന്നെ അന്ന് കുറച്ച് പ്രോഗ്രാമൊക്കെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദിന് ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വരാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു തരട്ടെ. കാന്തപുരം ഉസ്താദ് അതുപോലെ മറ്റു വലിയ വലിയ ഉസ്താദന്മാരൊക്കെയാണ് അതിന് വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഉസ്താദ് കൂടി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് മാഷാ അല്ലാഹ് അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആയി. ഇന്നിപ്പോ ഒരുപാട് കാര്യങ്ങൾ യുഎഇയിൽ ബന്ധങ്ങളായി, ഒരുപാട് ആളുകൾ പരിചയമായി. അപ്പൊ ഒരു കാലത്തും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അദ്ദേഹത്തെ മറക്കാൻ പറ്റൂല. അദ്ദേഹം വന്ന് എന്റെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും 2 ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ പോകുമ്പോൾ നാട്ടിൽ അതിന്റെ ക്യാഷ് എത്തിച്ചിട്ട് എല്ലാ ബാധ്യതയും തീർത്ത് എനിക്ക് ചെയ്തു തന്ന ആളാണ്. അപ്പോൾ എന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ, മോൻ മരണപ്പെട്ടപ്പോഴൊക്കെ സജീവമായിട്ട് ഞങ്ങളിൽ ഒരാളായി സഹോദരങ്ങളെ പോലെ കൂടെ നിന്ന അദ്ദേഹത്തിന്റെ കമ്പനിയിലാണ് ഇപ്പൊ എന്റെ അനിയൻ ജോലി ചെയ്യുന്നത്. എമിറേറ്റ്സ്, പിന്നെ എന്താണ് നമ്മുടെ സഫാരി, അതാണ് അബുദാബിയിൽ. സാവിക്ക് പോകുമ്പോൾ അവിടെ പോവാം, ഒന്ന് വണ്ടിയിലൊക്കെ കയറി ഒന്ന് കറങ്ങി. അവർക്ക് വലിയ ഇഷ്ടമാണ് സാവിയെ. അവർ ഒരുപാട് നല്ല മുസ്ലിം ചെറുപ്പക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത്. സഫാരി ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന അബുദാബിയിൽ ഒരു മനോഹരമായ സ്ഥാപനമാണ് നടത്തുന്നത്. നാട്ടിൽ ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട്. നല്ല ഈമാനുള്ള മക്കളാണ്. നല്ല ആരിസന് മുൻപിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു സഹോദരനാണ്. മറക്കാൻ പറ്റില്ല. ഇപ്പോ നേരത്തെ ഉസ്താദ് അങ്ങനെ എന്തായാലും ഈ പ്രഭാഷണ മേഖലയിലേക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ വളർന്നു. അപ്പോ ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ഇവിടെയൊക്കെ ആദ്യം പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമായിരുന്നു ഉസ്താദിനെ പോലെ ഒരു മതപ്രഭാഷണ മേഖലയിൽ വളർന്നു വരുന്നതൊക്കെ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യതകളുണ്ട് മതപ്രഭാഷണം എന്നുള്ളത് എന്ത് തോന്നുന്നു ഉസ്താദിന്? ഇനിയിപ്പോ കുറച്ച് ഒരു 3-4 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഈ സ്റ്റേജ് പരിപാടികളൊക്കെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പള്ളിയുടെ മുമ്പിൽ സ്റ്റേജ് ഇട്ടിട്ട് ഒരു പരിപാടി ഒക്കെ ഇപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നത് തീർത്തും ഒരു സാമ്പത്തികം, പള്ളി വെക്കുക, മനസ്സ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം. അവിടെ ഉസ്താദന്മാര് പ്രസംഗിച്ചു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ലോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഞങ്ങളെക്കാൾ അറിവുള്ള അധികമാരുണ്ട്, ഞങ്ങളെക്കാൾ അറിവുള്ള ഉസ്താദന്മാരുണ്ട്. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഞങ്ങൾ പ്രസംഗത്തിൽ ചെല്ലുമ്പോൾ വരുന്ന ആളുകളിൽ നിന്ന് പ്രസംഗം നമ്മളൊരു വിഷയം, നമ്മുടെ രീതിയിലും രൂപത്തിലും ഒരു വിഷയം അവതരിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം അവിടുത്തെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്റെ ഗൗരവം ഹദീസിലൂടെ, ആയത്തിലൂടെ നമ്മുടെ തനതായ ശൈലി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിനു വേണ്ടി സാമ്പത്തികം, സ്ത്രീകൾ സ്വർണം ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു സംവിധാനം. ഇനിയിപ്പോ ആ സംവിധാനം പതിയെ നിൽക്കുക. ആളുകളൊക്കെ നേരിട്ട് പള്ളിയും മറ്റുമൊക്കെ സഹായിച്ചു തുടങ്ങി. പ്രസംഗത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാ നാട്ടിലൊക്കെ വലിയ വലിയ പള്ളികളായില്ലേ. എല്ലാ പള്ളികളും യുഎയിലെ പള്ളികളെ പോലെ നല്ല മനോഹരമായ പള്ളികളായി. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗങ്ങളെല്ലാം ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകളായി, യൂട്യൂബ്, എല്ലാ ഉസ്താദന്മാരെ അവർക്ക് ആവശ്യമുള്ള ഉസ്താദന്മാരുടെ കണ്ടന്റ്, ഇപ്പൊ തറാവിയാണോ ആവശ്യം, സക്കാത്താണോ ആവശ്യം, അതുപോലെ എന്താണോ അതിങ്ങനെ എടുത്തിട്ട് അവർ തന്നെ പഠിച്ച് മനസ്സിലാക്കുന്ന കാലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോയാൽ അതങ്ങനെ പതിയെ ആ പള്ളിയുടെ മുമ്പിൽ സ്റ്റേജ് കിട്ടിയ ഒരു അതങ്ങനെ നിൽക്കും എന്ന് തോന്നുകയാണ്. മാറാനുള്ള സാധ്യത കൂടുതൽ. കാരണം അത്തരം സംവിധാനങ്ങളാണല്ലോ ഇപ്പൊ കൂടുതലുള്ളത്. ആ സംവിധാനത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാനിപ്പോ സാബിയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ സാബി എങ്ങനെ കണ്ടിട്ട് പറയുന്ന കണ്ടന്റ് നമ്മൾ അവതരിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഷയം
ഇപ്പൊ ഖുർആനില് തലമറച്ചൂടാ എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞ അതൊക്കെ നമ്മൾ സ്റ്റേജ് പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ സാബി പറഞ്ഞ ആളുകൾ കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു സാങ്കേതിക വിദ്യയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട് എന്ന് സാബി കാണിച്ചു കൊടുത്തപ്പോ നൗഷാദ് വാക്കയും കിബിർ വാക്കയും പ്രസംഗിച്ച് കേട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിലൂടെ കണ്ടു. നല്ലതാണ്. അപ്പൊ ഇനി ആ രീതിയിലേക്കാണ് അതിലേക്ക് മടങ്ങുന്ന തോന്നുന്നത്. എന്നാലും ഒരു വലിയ സംഘം അൽഹംദുലില്ലാ ഇപ്പോഴും ഒരുപാട് പ്രഭാഷകർക്ക് ആളില്ലാത്ത സമയത്തും നമുക്കൊക്കെ അള്ളാഹിനെ സൂക്ഷിക്കേണ്ട മാഷാ ഒരുപാട് ആളുകൾ പ്രഭാഷണത്തിന് വരികയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്, മനസ്സിന് തരുന്ന വലിയ റാഹത്താണ് അൽഹംദുലില്ലാ. അതിലൊരു ഉസ്താദന്മാരുടെ ഒരു ഗുരുത്വം ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഉസ്താദന്മാരുടെ ഗുരുത്വത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മഹാന്മാട് വെൽഫാത്തി പോയിട്ട് തുടങ്ങുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് അതിൽ എന്തായാലും ഒരു ബറക്കത്ത് മാഷാ അല്ലാഹ് അതിലുണ്ട്. അതിലുണ്ട് ബർക്കത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈനിലായാലും അതിന്റെ ആ ഒരു പവറും ആ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയില്ല. ആ ഒരു ഓളം മാഷാ അല്ലാഹ്. അതെനിക്ക് തോന്നുന്നു ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്കിടയിൽ അത്രയും സ്വീകാര്യത ഉള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഓൾറെഡി പാക്ഡ് ആണ് മാഷാ അല്ലാഹ്. പുതിയ ആളുകൾ അത്ര എളുപ്പമായിരിക്കും. പുതിയതിനെ അനുഭവം പറഞ്ഞാല് ഒരുപാട് ഒരുമിച്ചിറങ്ങണം. അതാണ് എന്റെ പ്രശ്നം. ഒരുപാട് ഉസ്താദന്മാര് ഒരേ രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അതൊരു കൺഫ്യൂഷൻ അടിക്കാനൊക്കെ പക്ഷെ ഞാനും കിബിറുവാക്കൊക്കെ വരുന്ന സമയത്ത് നമ്മള് രണ്ടുപേരാണ് സജീവമായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ട് ചിലപ്പോൾ പുതിയ പ്രഭാഷകരുടെ സാധ്യത എത്രത്തോളം അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് സംശയമാണ്. അപ്പൊ ഇപ്പൊ വരുന്ന സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങാണ്. ഓരോ വർഷവും പറഞ്ഞ പോലെ പ്രഭാഷകരാകണമെന്ന് അന്ന് ആഗ്രഹിച്ചവര് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇറങ്ങുന്ന സമയത്ത് ഇതില് ഈ മേഖലയിൽ ഇതുണ്ടാവും, പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് മതഭൗതിക സമന്വയ കലാലയങ്ങളിൽ പഠിച്ച ആളുകൾ മറ്റു മേഖലകൾ കൂടെ നോക്കേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലേക്കും ഇപ്പൊ ഉസ്താദന്മാരൊക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു പ്രഭാഷകൻ എന്ന് പറയുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ ഒരാൾ സ്കൂൾ നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ കോളേജ് നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾ, അതൊക്കെ എല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ടൊരു സംവിധാനങ്ങളായി അതിന്റെ കൂട്ടത്തിൽ മറ്റു കാര്യങ്ങളും ദേവത്വം മുന്നോട്ടായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. ബിസിനസ് കൂടി തീർച്ചയായിട്ടും. ഞാൻ എന്റെ നാട്ടിൽ ഒരു കമലാസുരി അപായ വെള്ളം എന്ന് പറഞ്ഞിട്ട് എന്റെ ആദ്യകാലത്ത് എന്റെ കൂടെ ഈ ലൈവ് ചെയ്യാനും ലൈവില്ല വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ വന്ന അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ ചേർന്നിട്ട് കുറച്ച് പൈസയൊക്കെ പിന്നെ കൊടുത്തിട്ട് അങ്ങനെ ഒരു കമലാസുരി അപായ വെള്ളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലായിട്ട് ഒരു 4-5 സ്ഥാപനം അങ്ങനെ ഈ പർദ്ദ അതുപോലെ വസ്ത്രങ്ങൾ ടെക്സ്റ്റൈൽസ് ആ മേഖലയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ പറയും പിന്നെ ബാക്കി ഈ പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാതെ പ്രസംഗത്തിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. കാരണം ഈ സ്നേഹസാഗരം എന്ന് പറയുന്ന സംവിധാനത്തിന് വലിയ സാമ്പത്തിക ചെലവാണ്, ചെറുതല്ല. മാസം എങ്ങനെ പോലും ഒരു 7 ലക്ഷം രൂപ എന്തായാലും മാസം ചെലവാണ്. അപ്പൊ അതിന് വരുമാന മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുവച്ചില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാവില്ലേ. നമ്മളിപ്പോ മക്കളെ നോക്കണം, അവരെ സ്കൂൾ ഫീസ്, അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ 76 രോഗികളാണ്. അവർക്ക് സർജറി ഉണ്ടാവും, അവർക്ക് മരുന്നുണ്ടാവും, അപ്പം നിരന്തരം ആംബുലൻസ് ഓടണം, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അവർക്ക് 3 നേരം ഭക്ഷണം, അത് വാരിക്കൊടുക്കാനാണ്, അവരെ കുളിപ്പിക്കാനും കഴുകാനും ആള്, അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. പക്ഷെ എന്നാലും നമ്മളെ മനസ്സറിയുന്ന കുറെ ആളുകൾ അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി സഹായിക്കുന്നത് കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്, ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നത്. അതിനൊരു സ്ഥിര വരുമാനമില്ല. സ്ഥിര വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊരു 2 കോടി രൂപ മുടക്കിയാലാണ് മാസം ഒരു 50,000 കിട്ടുള്ളൂ. അപ്പൊ അതിന് അത്രയും റിസ്ക് ആണ്. നമ്മളെ ആളുകളോട് പറഞ്ഞ് എനിക്ക് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ് പൈസ പിരിക്കുന്ന ഒരു സുഖം നേരിട്ട് വ്യക്തികളോട് ഈ ആവശ്യത്തിന് പറയാൻ എനിക്കില്ല. അങ്ങനെ ഒരു വലിയ പരാജയമാണ് ആ വിഷയത്തിൽ. ഞാനിപ്പോ വലിയൊരു സമ്പന്നനെ സാധി കാണിച്ചിട്ട് പറയാം, ഉസ്താദെ ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, എന്റെ ഇൻസ്റ്റയിൽ കാണുന്ന ആളാണ്, എന്റെ അത്രയൊക്കെ വാങ്ങുന്ന ആളാണ്, ഉസ്താദ് സ്നേഹസാഗരത്തെ കുറിച്ച് സംസാരിച്ചാൽ അയാളെന്ന് ഒരു 5 ലക്ഷം രൂപ ഉസ്താദിനെ തരുമെന്ന് പറഞ്ഞാല് അയാളത് പറഞ്ഞ് അതിൽ നിന്ന് അയാളെ വാങ്ങിയെടുക്കാനുള്ള ഒരു കാര്യം വെച്ച് കുറവാണ്. അയാൾ ആദ്യം ബുദ്ധിമുട്ടൊക്കെ പറയുമല്ലോ, അത് പറയുമ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റാവും. പിന്നെ ഇതുപോലെ ചെയ്തിട്ട് അവിടെ ഇറങ്ങി നടക്കും. അതാണ് എന്റെ ഒരു പ്രശ്നം. പക്ഷെ വരാൻ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം. അതുകൊണ്ടൊരു നീണ്ട കാലം എടുത്തു. നമ്മൾ ശിലാസ്ഥാപനം നടത്തിയിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ ഭംഗിയുള്ള വില്ലകളാക്കി കെട്ടിയെടുക്കാൻ കുറെ സമയമെടുത്തു. മാഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നു എന്നാലും ഉസ്താദ് എന്താണ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹസാഗരം അൽഹംദുലില്ലാഹ് വളർന്നു വലുതായി. അവിടുത്തെ രോഗികൾക്ക് സന്തോഷം കൊടുക്കാൻ പൂന്തോട്ടം, ഊഞ്ഞാല് സംവിധാനങ്ങൾ, ബിൽഡിങ്ങും ഒക്കെ വളരെ ഭംഗിയാക്കി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരാള് നമ്മുടെ സ്നേഹസാഗരത്തിന് മുമ്പ് ഒരു 50,000 കൊടുത്താണല്ലോ അയാളെ സ്ഥാപനം പോയി നോക്കാം എന്തായിന്ന് അറിയാലോ എന്ന് വന്ന് കണ്ട് നോക്കിയാല് മാഷാ അല്ലാഹ് കുറ്റപ്പെടുത്തൂല. അയാൾ വളരെ തൃപ്തിയോടുകൂടി മടങ്ങിപ്പോകും. സാബി തിരുവനന്തപുരത്ത് വന്നാല് തിരുവനന്തപുരം ആറ്റിങ്ങൽ ചിറയൻകീഴാണ് ഈ സ്ഥാപനം ഉള്ളത്, നൈനാംകുളം എന്ന സ്ഥലത്ത്. അവിടെ വന്ന്
രോഗികളോട് കുറച്ചേരം ഇരിക്കണം. എപ്പോഴും ഈ വിഐക്കളോടും വലിയ വലിയ ഉസ്താദുകളോടും മാത്രം ഇരിക്കേണ്ട. ഇടയ്ക്ക് സുഖമില്ലാത്ത ഭാഗങ്ങളോടൊപ്പം ഇരിക്കണം. അവർക്ക് ചെറിയ അത്രയൊക്കെ വേണ്ടി കൊടുത്താലേ അവർക്ക് വലിയ സന്തോഷമാവും. അൽഹംദുലില്ലാ. അപ്പൊ അത് മനസ്സിരുന്നോട്ടെ. തീർച്ചയായും എന്തായാലും നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സ്നേഹ സാഹചര്യത്തിലേക്ക് വരണം, കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. എന്തായാലും ഇൻഷാല്ലാ. ഓക്കെ, അള്ളാഹു തൗഫീഖ്. ആമീൻ ആമീൻ ആമീൻ. എന്തായാലും അങ്ങനെ അതിനൊരു സ്ഥിര വരുമാനം ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ സ്നേഹസാരത്തിന്റെ രോഗികൾക്ക് ഈ നമ്മളല്ലാത്ത സമയത്ത് ഒരു ഭാരമായിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലോ അങ്ങനെ ചെലവ് ഇങ്ങനെ ചെലവ് ചിന്തിക്കുമ്പോൾ ടെൻഷൻ തോന്നും. പക്ഷെ നമ്മൾ അവിടെ പോയി അവരുടെ അടുത്തിരുന്ന് 2 പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഊഞ്ഞാലൊക്കെ ഇരുത്തി അവരെ സന്തോഷം കാണുമ്പോൾ എന്നാലും പ്രതിസന്ധി ഘട്ടം മറന്ന് ചെയ്യണം എന്ന് തോന്നും. അതങ്ങനത്തെ ഒരു സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ നല്ല പൈസയും സമയം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ സുഖമുള്ള ഒരു ഹിദ്മത്ത് ദുനിയാവിൽ വേറെ ഇല്ല. അത്ര രസമാണ്. കാരണം ആരും ഇല്ലാത്തവരാണ് അവര് സന്തോഷിക്കുന്നു, അവര് ഭക്ഷണം കഴിക്കുന്നു, അവര് നമ്മളെ കാണുമ്പോൾ ഭയങ്കര. ചില ആളുകൾ ഇപ്പോൾ യൂസുഫ് സാർ പറഞ്ഞല്ലോ, ഗാന്ധി ഭവനിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ മുന്നിൽ തൊഴുതപ്പോൾ അദ്ദേഹം അത് വേണ്ടാന്ന് പറയാം. അവര് തൊഴുതു പോകും. കാരണം അവർക്ക് അത്ര സന്തോഷമാണ്, അവര് ഹാപ്പിയാണ്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, നമ്മളെ പിടിക്കും, മുത്തം തരും. ഈ രോഗികളാണ്, കയ്യിലൊക്കെ ചിലപ്പോൾ കുരുക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്കൊരു അറപ്പ്. ആദ്യകാലത്തൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അവരെ എങ്ങനെ തൊടുമ്പോൾ ഒരു ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ അവരെ ചേർത്ത് നിർത്താനും അവർക്ക് മുത്തം കൊടുക്കാനും ഭയങ്കര. അവർക്ക് പാട്ട് ഞാൻ പാടിക്കൊടുക്കും, അവരെ കൂടെ ഇരുന്ന് പാടും. ഭയങ്കര സന്തോഷമായിട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്യും. അത് ഭയങ്കര രസമാണ് കാണാൻ. അതൊരു ആസ്വാദനാണ്. പാട്ട് പാടുന്ന പറയുമ്പോൾ എനിക്ക് ഓർമ്മ ഉസ്താദ് ഒരു നിമിഷ കവി കൂടിയാണ്. ഒരുപാട് കവിതകൾ പാട്ടുകളൊക്കെ രചിച്ചിട്ടുണ്ട്. ഈ മഹബത്തുള്ളവർക്ക് പിന്നെ പെട്ടെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാല് എനിക്ക് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുപോലെ ലോകത്ത് അത്രയും ഒരു പാട്ട്, അല്ലെങ്കിൽ ആ മേഖലയിൽ വേറൊരു പാട്ട്, നമ്മളിപ്പോ വേറൊരു മേഖലയിൽ ഒരു പാട്ടില്ലല്ലോ, അത്രയും പാട്ടില്ലല്ലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് എത്ര മദ്ഹാണ്, എത്രയാണ് എഴുതിയ തീരെ, ആരൊക്കെയാണ് എഴുതുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവനും അയാളെ സഹായിക്കും. അയാൾ ഒരു പൊട്ടനാവട്ടെ, ഒന്നും അറിയാത്ത ഒരാളാവട്ടെ, പക്ഷെ അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹചര്യം ഒരു പേന എടുത്തിട്ട് ഒരു പിന്നെ ലാപ്പ് എടുത്തിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങണം നബിതങ്ങളെ കുറിച്ച്. ഫസ്റ്റ് വരി കഴിയുമ്പോൾ പിന്നെ ആലോചിക്കേണ്ടി വരില്ല. പിന്നെ ഇങ്ങനെ സാധനം ഇങ്ങനെ, അത് മഹബത്തിന്റെ മാത്രം പ്രത്യേകത. എനിക്ക് വലിയ ഇഷ്ടമാണ് എഴുതാൻ, ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് എഴുതി. അൽഹംദുലില്ലാ, അള്ളാഹിനെ തോഫീഖ് ഒരുപാട് എഴുതി. അത് വെറും എഴുത്തായില്ല, ഒരുപാട് ആളുകൾ പാടി. മദ്രസയിലെ നബിദിന മത്സരങ്ങൾക്കൊക്കെ പാടാൻ ഉപയോഗിച്ചു. അങ്ങനെ അത് എല്ലാ ജനങ്ങളുടെ കൽബിലേക്കും ആഷിഖീങ്ങളുടെ കൽബിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചത്. കാരണം ഒന്നുമല്ലാത്ത എനിക്ക് അതിന് പകരം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല, പക്ഷെ എന്നാലും ആ മഹബത്തിന് പകരം കിട്ടുന്നതിന് തുല്യതയില്ല. അത് എല്ലാവരോടും പറയണം. നമ്മളെ ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വിജയിക്കാൻ പറ്റിയ മാർഗമാണ്. അങ്ങനെ ഞാൻ ഈ ഏത് മേഖലയാണെങ്കിലും ഇപ്പൊ മുത്തലിമികൾ കുറെ സ്ഥലത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പാട്ട് പാടുന്ന മക്കളോടുള്ള ഇഷ്ടം പോലെ ആരോടും എനിക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പൊ സുഹൈൽ ഫൈസി ആണെങ്കിലും, ഇപ്പൊ നമ്മളെ കാന്തപുര ഉസ്താദിന്റെ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സംഘടന പ്രവർത്തിക്കുന്ന റൌഫാക്കോട്, പിന്നെ താഹ തങ്ങള്, ഷഹീന്, ഇപ്പൊ നമ്മുടെ ഈ സമസ്തയുടെ കുട്ടികളാണെങ്കിൽ സുഹൈൽ ഫൈസി കൂരാട്, അതുപോലെ പിന്നെ ഫാദി, മുഫ്ലി, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവരെ കണ്ടാല് അവരെന്ത് ചോദിച്ചാലും കൊടുക്കും. അത്രയ്ക്ക് അവരെ കൂടെ നിൽക്കും. കാരണം അവരുടെ പാട്ട് ഇങ്ങനെ ഞാൻ തന്നെ എഴുതി കൊടുത്ത് അവര് പാടുന്ന കേട്ടിട്ട് ഞാൻ തന്നെ കരയിലും ചിരിക്കലൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓർക്കാണ് ഉസ്താദ് നബിതങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾ വെച്ചിരുന്നല്ലോ, പ്രിൻസിപ്പൾ ആയിട്ടുണ്ടായിരുന്നു. നല്ല ശബ്ദവും നല്ല കഴിവാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടു ഉസ്താദ് അവിടെ ഇരുന്ന് ഇങ്ങനെ കരിയാണ്. ഉസ്താദ് പറയുന്നുണ്ട് ഇനിയും കൂടി കുറച്ചും കൂടി പറഞ്ഞു. അത് നമ്മള് ഈ തെക്കൻ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു ആത്മീയ പ്രോഗ്രാമുകൾ കുറവാണ്. ഇപ്പൊ ഉണ്ട്, കുറ്റപ്പെടുത്തല്ല, അത് കുറവാണ്. അപ്പൊ സമസ്തയാണെങ്കിലും ക്യാമ്പുകൾ കുറവ്. ക്യാമ്പ് ഉണ്ടെങ്കിലാണ് സംഘടന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ സാലിബേസ് ഉസ്താദിനെ കൊണ്ടുവന്ന് കുറച്ച് ക്യാമ്പൊക്കെ നടത്തി. പിന്നെ സമയത്ത് മുഹമ്മദ് അതിന്റെ ഒരു പുതിയൊരു തുടക്കമായിരുന്നു. മാഷാ അല്ലാഹ്, എല്ലാ ആളുകൾക്കും കരയാന്, സലാത്ത് ചെല്ലാന്, മനസ്സിൽ റാഹത്ത് കിട്ടും. കുറെ കരഞ്ഞ് സലാത്തൊക്കെ ചെല്ലുമ്പോൾ കുറെ ഭാരമൊക്കെ ഇറങ്ങി ടെൻഷനൊക്കെ മാറി പുതിയൊരു ഫ്രഷ് ഉണ്ടാവും. അത് ഭയങ്കര റാഹത്തല്ലേ. അപ്പൊ പിന്നെ അന്ന് അൻവർ അലി ഉദലി ആയതുകൊണ്ട് കുറെ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ പാട്ടും അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയും ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ കുറെ ആസ്വദിച്ചു. ആദ്യം മഞ്ചേശ്വരം തിഫ്ൽ ഉണ്ടായതാണ്. അതിനുശേഷം ഒരുപാട് ഇമാം ഷാഫി അക്കാദമി ഉണ്ടായിരുന്നു, അപ്പൊ പ്രിൻസിപ്പളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പെരുമാറ്റവും പിന്നെ പാട്ടും ഇടപെടലും.
നീ ഇങ്ങനെ മധുര പാടുന്നവരെ കണ്ടാലും പിന്നെ ഞാൻ അതിൽ ലയിച്ചു പിന്നെ എന്റെ ബാക്കി കിട്ടൂല. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരു പാട്ട് പാടാമോ? ഒരു പാട്ട് ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട? ഞാൻ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാരും കൂടെ പിന്നെ ഒരുപാട് ഞാനൊരു രാത്രി സുഹൈലിന്റെ മൊബൈലിൽ ഇങ്ങനെ വിളിച്ചിട്ട് സുഹൈൽ തരുന്ന ട്യൂണിന് എഴുതിയൊരു പാട്ടാണ് പനയോലയിൽ ഒരു കുടിലാണ് എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീടിനെ കുറിച്ചുള്ള ഒരു പാട്ട്. അപ്പൊ അത് സത്യത്തിൽ സുഹൈൽ ഫൈസിയോട് ഇപ്പൊ ചോദിച്ചാലും പറയും നമ്മൾ രണ്ടുപേരും ഒന്ന് രാത്രി കരഞ്ഞിരുന്നു ആ പാട്ട് എഴുതിയതിനു ശേഷം. അത് സുഹൈല് ഞാൻ എഴുതി കൊടുത്തതിന് ശേഷം സുഹൈൽ പാടി തരുമ്പോൾ സുഹൈലും കരയുന്നുണ്ടായിരുന്നു, അത് കേട്ടിട്ട് ഞാനും കരയുന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കരഞ്ഞിട്ട് സലാത്തൊക്കെ ചൊല്ലി ഇത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കല്ലേ എന്നൊക്കെ ചോദിച്ച് സുഹൈൽ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള ആളാണ്. ഇത്തിരി ഇങ്ങനെ മനസ്സിനങ്ങോട്ട് തട്ടിപ്പോയാൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയും സലാത്തൊക്കെ ചൊല്ലി നമുക്ക് സമർപ്പിക്കല്ലേ അപ്പൊ ഒരു രാത്രിയിൽ എന്റെ വീടിന്റെ മുകളിൽ നിന്നിട്ടാണ് ഈ പാട്ട് ഇങ്ങനെ കുറെ സമയം ഒരു 1-2 മണിയായിട്ടുണ്ടാവും. ഈ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ. അതാ മുത്തുനബിയുടെ വീട്, അവിടുത്തെ വീടിന്റെ ചുമര്, അവിടുത്തെ തലയണ, അവിടുത്തെ വിരിപ്പ്, അവിടുത്തെ തോൽപാത്രം, റോഡ് കുടിക്കാൻ വന്നപ്പോൾ വീടിന്റെ അവസ്ഥ ഒക്കെ ആലോചിച്ചു വിട്ട് ഭയങ്കര ഫീൽ ആയിപ്പോയി. അതായത് അസ്രായേൽ വരുമ്പോൾ എന്തായിരിക്കും വീട് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചു പോയി. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. പനി വന്നിട്ട് വിറച്ച സമയം വീട് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കുറെ ആലോചന വന്നിട്ട് എഴുതിയതാണ്. മാഷാ അല്ലാഹ് അത് നമ്മളെ ഒരുപാട് ആശിക്കുകയും ഇഷ്ടപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീടിനെ കുറിച്ച് അവർക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ പറ്റുകയും ചെയ്തു. ഈ അടുത്ത സമയത്ത് പിന്നെ മദീനത്തിരുന്നപ്പോഴാണ് നമ്മുടെ ഒട്ടകത്തെ കുറിച്ച് റസൂലുള്ളാഹി ഹസ്വ ഉണ്ടല്ലോ, ഹസ്വ അങ്ങനെ ബഷീർ വൈസി ഉസ്താദൊക്കെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറെ ഉസ്താദന്മാരുടെ റെഫറൻസ് കിതാബിൽ നിന്ന് PDF ആയിട്ട് വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. അതിനെക്കുറിച്ച് എഴുതണമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഏത് ട്യൂണിൽ എഴുതും എന്ന് ഞാൻ ആലോചിച്ചു. അത് എല്ലാവരും ഏറ്റുപാടണമെങ്കിൽ സാധാരണ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ട്യൂൺ ആണല്ലോ. അങ്ങനെ മദീനയിൽ ഇങ്ങനെ ഒരു നമ്മുടെ കുബ്ബ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു വേലി പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നിന്നാൽ അപ്പോൾ പേനയും പേപ്പറൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ സ്ഥലത്തിൽ നിൽക്കുമ്പോൾ കണ്ണടച്ച് കുറെ നേരം നിൽക്കുമ്പോൾ ഒരു പാട്ട് പുറകുന്നതിനെ കേൾക്കാണ്. ആരംഭപ്പൂവായ മുത്ത് റസൂലിന്റെ ഹദറത്തിൽ ചെന്നെത്തി എന്നിങ്ങനെ കേട്ടപ്പോൾ ഞാനങ്ങനെ കണ്ണടച്ച് ആ പാട്ട് ഫുള്ള് കേട്ടു. അതേ ആ പാട്ട് പാടി ഫുള്ള് ദുആ ചെയ്തു. നമ്മൾ പുള്ളൂർ ഉസ്താദിന്റെ പാട്ട് പാടിയിരുന്നൊരു അഹ്സനി ഉസ്താദ് എന്താണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉസ്താദിനെ മുസാഫത്തൊക്കെ ചെയ്തു, ഇദ്ദേഹം ദുആയൊക്കെ ചെയ്ത് ഒക്കെ പോയി. എന്നിട്ട് ഞാൻ ആ ടൂണിൽ അവിടെ നിന്നിട്ട് അങ്ങനെ എഴുതിയതാണ്. റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസ്വ മുത്തിൻ്റെ ഒട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോൾ പൂമുത്തിൻ കൂടെ ഇരുന്നല്ലോ. അങ്ങനെ ആ ഒട്ടകം വഫാത്താകുന്നത് വരെയുള്ള ചരിത്രങ്ങൾ. ആ ഒട്ടകത്തിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് തവാഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒട്ടകം മുത്ത് റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് പിന്നെ ആ കട്ടിലിന്റെ ചാരത്തിരുന്ന് തല നിലത്തിടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒട്ടകം ജന്നത്തുൽ ബഖീലേക്ക് പോയി തലയിടിച്ച് മരിച്ച് അവിടെ തന്നെ അടക്കിയെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സങ്കടമായിട്ട് അങ്ങനെ മനസ്സിൽ വന്നിട്ട് അങ്ങനെ സാബി പിന്നെ മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജറ പോയ സ്ഥലത്തൂടെ പോയിട്ടുണ്ടല്ലോ. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ആ വീഡിയോ ശരിക്കും കരഞ്ഞിട്ടുണ്ട്. കാരണം എന്തൊരു സങ്കടമുള്ള യാത്രയാണത്. അപ്പൊ ആ സമയത്ത് ഈ ഒട്ടകത്തെ കുറിച്ച് എഴുതുമ്പോൾ ഒക്കെ ചിന്തിച്ചു മനസ്സിൽ. ഹിജറ പോണ സമയത്ത് രംഗം മിഅ്റാജിന് പോകുമ്പോൾ കരഞ്ഞിട്ട് കാത്തിരിക്കുന്നത് വരാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അതിങ്ങനെ മുത്തിൻ വഫാത്തിന്റെ നേരത്തിൻ കട്ടീലിൻ ചോട്ടിയിലിരുന്നല്ലോ തല മണ്ണിലിടിച്ചല്ലോ. അങ്ങനെ ഇപ്പൊ അത് റൌഫ് ആക്കോടും പിന്നെ നമ്മുടെ സുഹൈൽ ഫൈസിയും കൂടെയാണ് പാടിയത്. അങ്ങനെ എനിക്കിഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ പുതിയ, അതായത് ഒട്ടകം, വീട്, ഉവൈസുൽ കർണി, അങ്ങനെ പുതിയ ജന്നത്തുൽ ബഖീ, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതുക. അത് ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ എത്തിക്കുക. ഇപ്പൊ നമ്മൾ മരണപ്പെട്ടു പോയാൽ ഏതെങ്കിലും ഒരു കുട്ടി നിവേദനത്തിൽ ഈ പാട്ട് പാടി ഒരാളുടെ കണ്ണ് നിറഞ്ഞാൽ എന്തായാലും കവറിന്റെ അകത്ത് പടച്ചവന് ഒരു പരിഗണന തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. കാരണം ഈ ലോകത്തെ പടയ്ക്കാൻ കാരണം റഹ്മത്തുൽ ആലമീനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. സാബിയുടെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണം ഇപ്പൊ വ്യൂസ് കൂടി, ഇപ്പൊ ബിസിനസ്സുകളായി, അത്രയായി, ഇനിയിപ്പോ കമീസ് ഒക്കെ ആയിട്ട് അങ്ങനെ പല ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്. അത് രണ്ടു മാത്രമല്ല പലതും ഉണ്ടാവും നെഞ്ചില്. പക്ഷെ അതിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരിക്കലും ഈ കണ്ടന്റ് നമ്മൾ ഒഴിവാക്കരുത്.
നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു 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 ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റ് അത് എത്ര നമ്മൾ വളർന്നാലും ഇൻസ്റ്റയിലൂടെ അത് കാണുന്ന യുവാക്കൾക്ക് ഒരു ഒരു ഉപദേശം മനസ്സിലായി. ഇപ്പൊ അത്തറിനെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം, റമദാനെ കുറിച്ച്, പിന്നെ ഉമ്മയെ കുറിച്ച്, പാപ്പയെ കുറിച്ച്, കുടുംബജീവിതത്തെ കുറിച്ച്, മക്കളെ ദീൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, ലഹരിക്കെതിരെ, അത് സാബിയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സംഘമുണ്ട്. അവർക്ക് എപ്പോഴും ഈ ഉസ്താദുമാരുടെ അഭിമുഖവും, അപ്പൊ അവരിങ്ങനെ വിചാരിക്കും സാബി ഇപ്പോൾ അഭിമുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്, ബിസിനസ്സൊക്കെ എത്ര നമ്മൾ ബിസിനസ്സിൽ ഉയർന്നാലും അത് നമ്മൾ മറക്കരുത്. ആ സാധനം നമ്മൾ കൊടുക്കണം എപ്പോഴും. ആളുകൾക്ക് ഇങ്ങനെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്, അവർക്ക് ഈ കണ്ടന്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്ന വലിയ പോയിന്റ് ഉണ്ടല്ലോ, അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ റമദാനിൽ നാട്ടിൽ പോയപ്പോൾ 2 യുഎയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ സ്നേഹസാഗരത്തിൽ ഒരു മജീസ് എന്ന് പറയുന്നുണ്ട് 11-ാം തീയതി. അപ്പൊ അതിന് നാട്ടിൽ പോയപ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവരും പറഞ്ഞു സ്റ്റാറ്റസ് ഉള്ള ആൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഉസ്താദ് ഒന്ന് റൂമിനകത്ത് കയറിയിട്ട് ഒരു 10-20 എണ്ണം ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വീഡിയോ എടുത്തോളാം, അത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇട്ടോളാം, ആളുകൾക്ക് ഒരു ഗുണമാവട്ടെ. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് നമുക്ക് തറാവീഹിന് പോകാൻ വിളിക്കുന്ന കൂട്ടുകാരുണ്ടോ, അതായിരുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നി. അത് കള്ളുപിടിക്കാൻ പോകാൻ വിളിക്കും, സിനിമയ്ക്ക് പോകാൻ വിളിക്കും, അല്ലെങ്കിൽ ചുമ്മാ റമദാൻ വൈബ് എന്ന് പറഞ്ഞ പല ഷോപ്പിംഗ് മാൾ പരിപാടികൾ അതൊക്കെ വിളിക്കും. പക്ഷെ നിസ്കരിച്ചോ, അല്ലെങ്കിൽ എനിക്ക് താജ്ജുദ് കിട്ടിയായിരുന്നു എന്ന്, അത്താഴത്തിന് എപ്പോഴായിരുന്നു, അങ്ങനെ ആത്മീയമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട് എന്നൊരു സ്റ്റാറ്റസ്. അത് അങ്ങനെ ചില കാര്യങ്ങൾ സഭയ്ക്ക് പറ്റും. അഭിയാണല്ലോ ചെയ്ത് ഫസ്റ്റ്. അപ്പൊ ആ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. ആളുകൾക്ക് ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ രീതിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടോ, ആളുകൾക്ക് എല്ലാം ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞെടുക്കുന്ന രീതിയിൽ മാറ്റം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കണം. ഞാൻ സന്ദർഭോചിതമായിട്ട് അതിന്റെ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതായത് ഇന്നത്തെ ന്യൂ ജനറേഷന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഇസ്ലാമിക പ്രബോധനം നടത്തണം. കാരണം അവര് മോശക്കാരാണ്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോ സിംസാലെങ്കിൽ ഒരു പ്രസംഗം ഞാനൊന്ന് കേട്ടതാണ്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അവര് മോശക്കാരെന്ന് പറയാൻ പറ്റൂല. അവര് ചിലപ്പോ മുടി അങ്ങനെ അയക്കാം, പാന്റ് അങ്ങനെ അയക്കാം, പക്ഷെ ഉള്ളിൽ നല്ല ഈമാനുണ്ടോ. പള്ളിക്കകത്ത് റമദാനിൽ തന്നെ കരയുന്ന എത്ര ചെറുപ്പക്കാരുണ്ടാവും. നമുക്ക് ആ കാര്യത്തിൽ ഒരു ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. ഞാൻ ഉഹുദിൽ പോയ സമയത്ത് എനിക്ക് മദീനത്ത് പോയാൽ ഉഹുദ് വലിയ പ്രിയാണ്. ആദ്യം ഉഹുദിൽ പോയിട്ടാണ് പിന്നെ സിയാറത്തിന് പോകുള്ളൂ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ മല കയറുമ്പോൾ എൻ്റെ പ്രസംഗം കേട്ട ചെറുപ്പക്കാരൻ ചിരിപ്പിടാതെ കയറുന്നത്, കാല് പൊട്ടിയിട്ട് രക്തം വന്നു. പക്ഷെ ഞാൻ ഷൂവും സോക്സും കിട്ടാൻ കയറുന്നത്. അപ്പൊ അവരെന്നോട് എന്നെ കൊണ്ട് കഴിയുന്ന ഉസ്താദെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇപ്പോഴത്തെ മക്കള്. അവരെ നമ്മൾ രൂപം ഭാവം നോക്കണ്ട, നല്ല ഈമാൻ ഉണ്ടാവും. പതിയെ അവര് അതൊക്കെ മാറ്റിക്കോളും. അവരുടെ വേഷത്തിലും രൂപത്തിലും ഒക്കെ ഈമാനിക മാറ്റം വരും. അപ്പൊ സാബി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. സാബി എങ്ങനെയാ പറഞ്ഞത്, ഉസ്താദ്മാരും അതൊക്കെ വിട്ട് സാബി എങ്ങനെയാ പറഞ്ഞത് ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഉപയോഗപ്പെടുത്തണം. തീർച്ചയായിട്ടും ഞാൻ എന്റെ അൾട്ടിമേറ്റ് കോണ്ടന്റ് ഇസ്ലാമിക് കോണ്ടന്റ്, ഇസ്ലാമിക് വിട്ടിട്ടൊരു കളി ഇതാണ് പ്രൈമറി. അതെ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ഇപ്പോ അതായത് ഇന്ന് ദീനുള്ള ആളുകൾക്ക് റീച്ചുള്ള ആളുകൾക്ക് ദീനില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്നോട് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് റീച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ വിടും, തലയിലും തൊപ്പി പോവും. ആ രീതിയിൽ ലേഡീസിലാണെങ്കിലും ഇങ്ങനെ തന്നെ. ഇപ്പൊ ചാനൽ ആദ്യം തുടങ്ങുമ്പോ ഭയങ്കര മക്കനെയും മൊത്തം ഇട്ടിട്ട് ഭയങ്കര ഇതിങ്ങനത്തെ പപ്പായാണ്, ഇതിങ്ങനത്തെ ഫ്രൂട്ട്സ് ആണ്, ഇതിങ്ങനത്തെ അപ്പാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ചാനലിലിടും. അതിങ്ങനെ വൈറലായി ഒക്കെ കഴിഞ്ഞ് അവര് ഭയങ്കര ഇതാവുമ്പോ പിന്നെ തട്ടുണ്ടാവില്ല, പിന്നെ ചുണ്ട് ചോക്കാൻ തുടങ്ങും, പിന്നെ മേക്കപ്പ്, പിന്നെ ഭയങ്കര സംഭവമായി. അതങ്ങനെ തന്നെയാണ് എല്ലാ മേഖലയിലും. അപ്പൊ അതില് പോകരുതെന്ന് ആഗ്രഹിക്കാണ് ഞങ്ങൾ. സാബി ഇപ്പോഴും ആ ഒരു സർക്കിളിനകത്ത് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. ബിസിനസ് ഒക്കെ വളർന്നോട്ടെ, വലിയ വലിയ നിലയിൽ എത്തിക്കോട്ടെ, അത് അഭിമാനമാണ്. പക്ഷെ ഇത് വിടണ്ടെന്ന് പറഞ്ഞു. അതെ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ആദ്യം മുഖമൊന്നും കാണിക്കൂല എന്നൊക്കെ പറയുക, കാണിക്കില്ല. പിന്നീട് അവര് ആളുകളുടെ ഇത് നോക്കിയിട്ട് ആളുകൾ പതിയെ മനസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ആളുകളുടെ ഒരു സ്വീകാര്യതയും ജനപങ്കാളിത്തം വരുമ്പോ പതിയെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഈമാൻ ഇങ്ങനെ ഒരു ഇതാണല്ലോ പറഞ്ഞ ജനങ്ങളിൽ നിന്ന് സിംഹത്തെ കണ്ടാൽ ഓടുന്ന പോലെ ഓടി അകലണമെന്ന്. അത്ര ഈമാനെ സൂക്ഷിക്കാൻ ഒരു കാലം വന്നാൽ. അപ്പൊ ആ കാലാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് നമ്മളത് വിടണ്ട. ഒരാൾക്ക് വിക്രിയില്ലാനും സ്ഥലത്തില്ലാനും ആയിക്കോട്ടെ. അതെ ഇൻഷാ അല്ലാഹ്. എന്തായാലും എന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഇനിയിപ്പോ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക്, ഉറുദുവിലേക്കും നമ്മുടെ കന്നഡ ഭാഷയിലേക്കും അങ്ങനെയൊക്കെ ദീനി ദാവത്തിന്റെയാണ് മെയിൻ ഉദ്ദേശം. ഈ ബിസിനസ് ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റർ, വീഡിയോഗ്രാഫർ, കോണ്ടന്റ് റൈറ്റർ, ക്വാളിറ്റി ചെക്ക്, ഇങ്ങനെ മീഡിയ ടീം, ഇതൊരു ടീമിന് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇതിങ്ങനെ പോണെങ്കിൽ ടീം വേണം നമ്മുടെ കൂടെ. അപ്പൊ ആ ടീമിന്റെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബിസിനസ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് പോലും തുടങ്ങിയത്. അല്ലെങ്കിൽ കച്ചവടത്തെ പഠിച്ചോ ഹലാലാക്കി തന്നാ നമ്മൾ പൈസ ഉണ്ടാക്കി
ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു കച്ചവടം നടത്തല്ലേ. മാഷാ അല്ലാഹ്, ഹറാമൊന്നും വരാത്ത രീതിയിൽ വളരെ. ഇപ്പൊ ഞാനും നോക്കുന്നുണ്ട്, ഇപ്പൊ തങ്ങൾ പിന്നെ അലി തങ്ങളെടുത്തോ ജിബിരി തങ്ങളെടുത്തോ എന്തോ സാബി പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഹറാമ് വരാതെ അത് കൊണ്ടുപോകണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറെ പൈസ കൂടുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ യുഎയിലേക്ക് ആകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നല്ലതാണ്, ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, നോമ്പ് പിടിക്കാൻ പറ്റുന്നുണ്ട്, ബിസിനസ് നടത്താൻ പറ്റുന്നുണ്ട്, കുടുംബത്തെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാ. അൽഹംദുലില്ലാ, അതിനേക്കാൾ സൈഡിൽ വേറെ ഇല്ലല്ലോ. മാഷാ അല്ലാഹ്. അതെ അതെ, അൽഹംദുലില്ലാ. അപ്പൊ ഈ ബിസിനസ് തുടങ്ങിയ ദിവസം ഈ ദാവത്തിന് വേണ്ടിട്ട് തന്നെയാണ്. ഇപ്പൊ ഇന്നാണ് ഉസ്താദ് വരുന്നത് പറഞ്ഞപ്പോ ഇന്നാണ് ഞാൻ ഒരു ക്യാമറ, ഇപ്പൊ ഇത് നിൽക്കുന്നതിൽ ഈ ക്യാമറ ഇന്നാണ് വാങ്ങിയത്. ഉസ്താദിനെ കാണിക്കുന്ന ആ ക്യാമറ മിനിയാന്ന് ഞാൻ വാങ്ങിയത്. ഇതൊക്കെ എന്ന് വെച്ചാല് ഇന്നിങ്ങനെ വരുമ്പോ ഞാൻ അന്ന് മിനിയാന്ന് ഖലീൽ തങ്ങൾ വന്നപ്പോഴേക്കും 2 ക്യാമറ രണ്ടിലെടുത്തു. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ യുഎഇ ദുബായ് എന്ന് പറയുമ്പോ നല്ല ഭീമമായ ഒരു രണ്ട് കൊടുക്കണം ഒരു ദിവസത്തേക്ക് ക്യാമറ എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യം വരും, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ബിസിനസ് കൂടി ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ദാവത്തിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ആണെങ്കിൽ എല്ലാം അൽഹംദുലില്ലാ. അതിന്റെ കൂടെ പഠനവും ബിസിനസ്സും യാത്ര ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അൽഹംദുലില്ലാ. പഠിക്കുന്നുണ്ടല്ലോ ഇപ്പൊ പഠിക്കുന്നുണ്ട്, അതായത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പഠനം തന്നെയാണ് മെയിൻ, സെക്കൻഡറി ഇതാണ്, തേർഡ്. നമ്മൾ അത്രയും പഠിച്ചുകൊണ്ടല്ലേ നമുക്കിപ്പോ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പഠിത്തം വിടണ്ട, ഇനിയും ഒരുപാട് മേഖലകൾ കൈയടക്കാനുള്ളതല്ലേ. ഉസ്താദിന് എന്താണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പുതിയ തലമുറയോട് പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും ഒന്ന് പണം ചെലവഴിക്കലാണ്. ഇപ്പൊ വെഞ്ഞാറമുള്ള കേസൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, കണക്കിൽ കൂടുതൽ അവരുടെ പരിധിയിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് അവർ പൈസ ചെലവഴിച്ചു എന്നാണ്. നമുക്കറിയില്ല, അർത്ഥം അറിയില്ല, പക്ഷെ എന്നാലും പത്രമാധ്യമങ്ങളിലൂടെ, മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്തകളാണ്. നമ്മുടെ മക്കൾക്ക് പണം ചെലവഴിക്കാൻ തീരെ അറിയില്ല. നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് വാപ്പ കാർഡാണ് കൊടുക്കുന്നത്, എത്ര വേണോ അവർക്ക് ചെലവഴിക്കാം, ആണിനും പെണ്ണിനും. അപ്പൊ വളർന്നു വരുമ്പോൾ അവർക്ക് പൈസയുടെ മൂല്യം അറിയില്ല, അതെങ്ങനെ ചെലവഴിക്കണം, ഇത് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നും അറിയില്ല. അങ്ങനെ വാരിക്കോരി ചെലവഴിക്കണം. ഏറ്റവും അധികം നമ്മൾ ഇന്നൽ മുബദ്ദിരീനകാനു ഇഖ്വാന ശയാത്തീൻ എന്നല്ലേ. അതുകൊണ്ടാണ് അവർ പിന്നെ കള്ളായി വെണ്ണ ശൈത്താന്റെ കൂട്ടുകാരാകുമ്പോൾ പിന്നെ അമിതമായി ചിലവഴിക്കുന്നവർക്ക് എപ്പോഴും പിശാചിന്റെ ഒരു കൂട്ടുണ്ടാവും. അത് ഏത് മേഖലയിലാണെങ്കിലും അത് മാത്രമാണ് എനിക്ക് ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത്. നമ്മൾ പൈസ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, പത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതൊരു കാലത്ത് മറക്കാൻ പറ്റൂല. അതായത് പൈസ നമ്മൾ പോക്കറ്റിൽ വെക്കാം, പക്ഷെ പോക്കറ്റിൽ കയറി നെഞ്ചിൽ വെക്കരുത് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഭയങ്കര വാക്കാണ്. പുതിയ കാലഘട്ടത്തിൽ എത്ര ചിന്തിച്ചാലും പറയാൻ പറ്റാത്ത വാക്കാണ് ഉസ്താദ് ആ റൂമിനകത്തിരുന്ന് പറഞ്ഞത്. പൈസ നമുക്ക് പോക്കറ്റിൽ വെക്കാം, പോക്കറ്റിൽ കയറി നെഞ്ചിൽ വെക്കുമ്പോൾ ഉമ്മ നമുക്ക് വിഷയമില്ലാതാവും, ഭാര്യയെ നമുക്ക് വിഷയമില്ലാതാവും, മക്കള് വിഷയമില്ലാതാവും. ഇന്ന് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇപ്പൊ ഈ ലഹരി കഞ്ചാവൊക്കെ കൂടുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൈ നിറച്ച് പണം കൂടി കിട്ടുന്നുണ്ട്. വെറും ഒരു തലയിലൊരു ലഹരി മാത്രമല്ല, അവർക്കത് വിൽക്കുമ്പോൾ കിട്ടുന്ന പണം ചെറുതല്ല, ഭയങ്കര എത്രയോ കോടിക്കണക്കിന് രൂപ കൊല്ലങ്ങൾ കൊണ്ട് ബിസിനസ് നടത്തിയാലും കിട്ടാത്തതാണ് ഈ പല സ്ഥലത്തും ഇന്ന് കഞ്ചാവിന് പിടിക്കപ്പെടുന്ന മക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്ത്. അത് ഹറാമായ രീതിയിൽ തന്നെ ചെലവഴിക്കും, പക്ഷെ എന്നാലും ആ പണം കിട്ടുന്നൊരു സുഖമുണ്ട് അല്ലെ. ഈ ഇന്നലിൽ മാലി ലറാറത്തുൽ ഹംരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമ്പത്തിനൊരു ലഹരിയുണ്ട്, അത് കള്ളിനെ പോലെയാണെന്നാണ്. കള്ളിന്റെ ലഹരി പോലെയാണ് സമ്പത്തിനൊരു ലഹരിയുണ്ട്. അത് നമ്മുടെ തലയ്ക്ക് പിടിച്ചാല് പിന്നെ നമ്മൾ അതിനു വേണ്ടി എന്തും ചെയ്യും. ഹറാമാണോ ഹലാലാണോ ഒന്നും നോക്കൂല, ഉമ്മ വാപ്പ ഒന്നും നോക്കൂല. അത് ഈ തലമുറയ്ക്ക് വലിയ വിഷയമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഞാനാണെങ്കിലും സാബിയാണെങ്കിലും നമ്മുടെ സർക്കിളിനകത്ത് നിൽക്കുന്ന രീതിയിൽ പണം സമ്പാദിക്കുക, അതങ്ങനെ ചിലവഴിക്കുക, അതിനെങ്ങനെ കൂട്ടി വെച്ച് സ്നേഹിച്ച് അങ്ങനെ പെരുക്കി നമ്മൾ വെക്കാണ്ടിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഗുണം. അതിലേക്ക് ഒരു മഹബത്ത് നമ്മൾ ഇട്ടുപോയാൽ നാശം ഉണ്ടാവും. അതാണ് പ്രശ്നം. പിന്നെ നിമിഷഗാനം ചെയ്യുമല്ലോ അങ്ങനെ അറിയില്ല. അങ്ങനെ ഞാനങ്ങനെ സമസ്തയുടെ നമ്മളെ 100ാം വാർഷിക സമ്മേളനം ബാംഗ്ലൂരിൽ പോയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ ദർശനയുടെ ചാനലിൽ ഇങ്ങനെ പെട്ടെന്ന് അഭിമുഖം നടത്തുമ്പോൾ ഇങ്ങനെ സമസ്തയെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, അങ്ങനെ പെട്ടെന്ന് നമ്മള് നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന നിമിഷം തന്നെയാണ്, അത് തന്നെയാണ് കവിയില്ലരും. ആ നിമിഷം വരുന്ന സാധനം എഴുതുക, അത് നമ്മൾ ഒരുപാട് നേരം ചിന്തിച്ചെഴുതുമ്പോൾ നല്ല നല്ല മനോഹരമായ വാക്കുകൾ ഉണ്ടാവും. പെട്ടെന്നാകുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നാലും അത് പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാഷ അതിപ്പോ പെട്ടെന്ന് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ പറ്റി പറയാൻ പറ്റുമോ, പാടാൻ പറ്റുമോ? എന്നെ കുറിച്ചൊരു 3-4 മണിക്കൂർ പ്രസംഗിക്കാനുണ്ടാവും. പാട്ടാണെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഭംഗിയാക്കാം അല്ലേ. ആ സൈക്കിൾ ഇപ്പോൾ ഉണ്ട്. സൈക്കിൾ ഇപ്പോ സൗദിയിലുള്ളത് നിങ്ങൾ കൊണ്ടുവരില്ലേ? ഞാന് സൈക്കിൾ അടുത്ത ആഴ്ച കൊണ്ടുവരും. സൈക്കിൾ ഒരിക്കലും വിടണ്ട. പെട്ടെന്ന് പാട്ട് വന്നപ്പോ അങ്ങനെ സൈക്കിൾ ഓർമ്മ വന്നു. സൈക്കിളിൽ വന്നൊരു സാബി, സൈക്കിളിൽ വന്നൊരു സാബി,
സെക്കൻഡിൽ വൈറലായി മാറിയേ, സ്ട്രോങ് ആയ കണ്ടന്റ് നൽകിയേ, ശ്രോതാവിൻ നെഞ്ചുള്ളിൽ കേറിയേ. സുബ്ഹാൻ റസൂലിന്റെ സ്നേഹമേ, സുഖമുള്ള സുഗന്ധം തീജാറുമേ. സുബ്ഹാൻ റസൂലിന്റെ സ്നേഹമേ, സുഖമുള്ള സുഗന്ധം തീജാറുമേ. സുഹൃതങ്ങൾ പെയ്യുന്ന നാവുമേ, സുഖമുള്ള ചിരിയും ഖമീസുമേ. സുഖമുള്ള ഖമീസാണ്. അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. മനസ്സിലിങ്ങനെ ആലോചിച്ചാണ് സൈക്കിൾ വന്നാ പിന്നെ ബാക്കി വരും. സാധനം കിട്ടിയാലും പിന്നെ ഞാനിവിടെ പിന്നെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ സൈക്കിളിന്റെ കാര്യം ചോദിച്ചത് അതുകൊണ്ടാണ്. സൈക്കിളിൽ കയറിയ പിന്നെ പെട്ടെന്ന് വെക്കുള്ളൂ. എന്തായാലും മാഷാ അല്ലാഹ് ഉസ്താദിന്റെ ഈ ഒരു, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആദ്യ ഉസ്താദിന്റെ പ്രഭാഷണമായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ശ്രമിക്കുന്നത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി ഉസ്താദ് പ്രഭാഷണം മാത്രമല്ല മാധ്യമമാണ്, അതിന്റെ പുറമെ ഒരു നിമിഷ വലിയ ഇഷ്ടമാണ്. ഞാൻ ആദ്യം പ്രസംഗം തുടങ്ങുമ്പോൾ ഫസ്റ്റ് പിന്നെ സ്റ്റേജിൽ കുറെ നാൾ പാടിയിരുന്ന പാട്ട് പുന്നാര നബിയെ ഞാൻ കാണുന്നത്, അത് അങ്ങനെ ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് പാടി, അത് ഞാൻ പാടുമ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പാടുന്നതാണ്. റസൂലുള്ളാഹിയെ കുറിച്ച് പറയണമെന്ന് മനസ്സിലൊരു കളങ്കമില്ലാതെ, കാരണം അതിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒറ്റ കൊല്ലം പാടിയതേ ഉള്ളൂ. പിന്നീട് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അജിൻ്റെതായും ഉമറയുടേതായും ഒക്കെ വിസകൾ കിട്ടുന്നു, പാസ്പോർട്ട് അടിക്കുന്നു, എങ്ങനെ പോകാൻ പറ്റും മദീനത്ത്. ആദ്യമായിട്ട് മദീനത്ത് പോയിക്കൊണ്ടായ അനുഭവങ്ങളും ഒക്കെ മനോഹരമാണ്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും സമയത്ത് കിട്ടിയാലൊക്കെ പറയാം. ഒരുപാട് ആളുകൾക്ക് അതൊക്കെ പഠിക്കാനുണ്ടാവും. നമ്മളങ്ങനെ ഇഷ്ക് വെച്ചാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ചെറുതല്ല. അത് നമുക്ക് കിട്ടും, നമ്മളിങ്ങനെ ഇങ്ങോട്ട് തരികയാണ്. റസൂലുള്ളാഹിയുടെ കയ്യിൽ ജീവിതത്തിലുണ്ടായ അനുഭവം അതങ്ങനെ പറയാൻ, അത് നമ്മൾ മൊത്തത്തിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മളങ്ങനെ പറയുമ്പോൾ അത് ചില ആളുകൾ തെറ്റിദ്ധരിക്കും. അത് അവരവർക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ അവരവർ സൂക്ഷിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഔലിയാക്കളെ കുറിച്ചൊക്കെ നാട്ടിൽ പറയുമ്പോൾ ഈ പറയുന്നവർക്ക് ഒരു ലൈസൻസ് ഇല്ല, കേൾക്കുന്നവർക്ക് തീരെ ലൈസൻസ് ഇല്ല. അപ്പൊ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഔലിയാക്കളെ തന്നെ അവർ വഴിചാരുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഇപ്പൊ മദ്ഹിന്റെ വിഷയത്തിലും സ്വലാത്തിന്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് വെച്ചതിന് കിട്ടുന്ന സമ്മാനത്തെ കുറിച്ച് നമുക്ക് പരസ്യമായിട്ട് പറയണമെന്നില്ല. അത് ധാരാളം കിട്ടും. അത് അനുഭവത്തിലൂടെ ഇത് കേൾക്കുന്നവർക്കൊക്കെ കിട്ടും. അതൊരു സംശയമില്ലാത്ത കേസാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് ഇഷ്ക് കൂട്ടിയാൽ നമ്മൾ അറിയാതെ ഏത് നിരീശ്വരവാദി എങ്ങനെയൊക്കെ കെട്ടി പറഞ്ഞാലും നമ്മൾ ആ വില വീടില്ല. കാരണം ഇതൊരു ആത്മീയ അനുഭവം നമുക്ക് മദീനത്ത് നിന്ന് കിട്ടിയാൽ ആ കൽവിനെ പൊടിക്കാൻ ദുനിയാവിൽ ഒരു മനുഷ്യൻ പറ്റില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് നിന്ന് കിട്ടേണ്ട അതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇഷ്ക് ഇട്ട് കൊടുത്താൽ, ഈ മധുവും ഇഷ്കൊക്കെ ഇട്ട് കൊടുത്താൽ മാഷാ അല്ലാഹ് അവർ പിന്നെ മദീനയിലേക്ക് അഭയം തേടിക്കും. പിന്നെ അവരെ ബാക്കിയുള്ളവരെ കൈ കിട്ടില്ല. ഇഷ്കിൽ കൂടാൻ എന്തെങ്കിലും പ്രചോദനമാവാൻ എന്തെങ്കിലും ഒരു ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തിലെ വെളിച്ചത്തിൽ എന്തെങ്കിലും? എനിക്ക് പിന്നെ ഇഷ്കില് കൂടാൻ അനുഭവം, എനിക്ക് ചെറിയ പ്രായം മുതൽ എനിക്ക് ഒരുപാട് ഔലിയാക്കളായിട്ട് ബന്ധപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കടക്കൽ ഉസ്താദിന്റെ ഉമ്മയുടെ ഒരു സഹോദരൻ പുള്ളിപ്പച്ച ഉസ്താദാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹം ഒരു വലിയ വിലായത്തിന്റെ പദവിയിലേക്ക് പോരുന്ന അദ്ദേഹം മുതൽ അവിടെ, അത് അറച്ചു പഠിക്കുന്ന സമയത്താണ്. നമ്മളിപ്പോ റിയാദ് സ്വാലിഹിക്ക് ഒരു കഥ പറയില്ല, നമ്മൾ ഒരാൾ സ്ഥലത്ത് പോകുമ്പോൾ വഴിയിൽ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ ദറസിൽ നിന്ന് മദ്രസയിലേക്ക് പഠിപ്പിക്കാൻ പോകുന്ന വഴിയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഒരു കുടിമരത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ ബസ്സിലിരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ദിവസം അവിടെ ബസ് ഇറങ്ങി അദ്ദേഹത്തിനോട് സംസാരിച്ച് അങ്ങനെയാണ് ആ ബന്ധം. അതിനുശേഷം പിന്നെ അള്ളാഹു തൗഫീഖ് കൊണ്ട് ഒരുപാട് ഉസ്താദന്മാര്, മഹാന്മാര്, ഒരുപാട് ആശിക്യങ്ങള് അവരൊക്കെ ബന്ധപ്പെടാൻ പറ്റിയത് കൊണ്ടാണ് ആ മേഖലയുടെ ഒരു സുഖം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ സമസ്തയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഷാവർ നിർമ്മാന്റെ പ്രധാനപ്പെട്ട ഒരു നല്ല സോലിഹായ മനുഷ്യൻ എൻ്റെ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവറോ മകനോ ആരോ വണ്ടിക്കകത്തിട്ട് കൊടുത്തപ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു ഫോണിൽ. അപ്പൊ ആ പാട്ട് നൂറ്റാണ്ടുകൾക്കു മുന്നേ പുണ്യമദീനയിൽ മൗത്തെങ്കിൽ നൂറാറ്റലിന്റെ മുന്നിൽ 6 അടി മണ്ണ് ലഭിച്ചെങ്കിൽ നബിയോരെ കൈകളെന്റെ കഫനിൽ ഒന്നു പുണർന്നെങ്കിൽ നബവി ഷരീഫിനുള്ളിൽ എന്റെ ജനാസയിരുന്നെങ്കിൽ നബിയേ 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 ഞാനെൻ സ്വപ്നം പറയുന്നു. അങ്ങനെയാണ് ഒരു പാട്ട്. അതായത്
ഞാൻ മദീനത്ത്, എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് ജനിച്ചു, പക്ഷെ ആ ജനനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തായിരുന്നെങ്കിൽ, അവിടെ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ കഫം പൊതിയാന്, കബറടക്കാന്, അങ്ങനെ അതിന്റെ ബാക്കിയുള്ള പാട്ട്, അമ്പിയ രാജാവിൻ കൈകൾ സന്തൂക്കിൽ തൊട്ടെങ്കിൽ അമ്പിളി തോൽക്കുന്ന വജഹാൽ എൻ കൂടെ നടന്നെങ്കിൽ, അങ്ങനെയാണ്, അങ്ങനെ കൂടെ വന്നെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമാണ്. ഇത് കേട്ടിട്ട് എന്നെ വിളിച്ചിട്ടു ഇങ്ങനെ പറഞ്ഞു, അതിന് മദീനത്തന്നെ ജനിക്കണമെന്നൊന്നുമില്ല മോനെ, അതിന് നമ്മൾ തിരുവനന്തപുരം ജനിച്ചാലും മതി, പക്ഷെ അൽബില് മദീന ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ജനിച്ചാലും എവിടെ മരിച്ചാലും ഒത്തിരി ഉണ്ടാവുന്നത്. ഇതുപോലെ ഒരുപാട് അനുഭവമുള്ള വാക്കുകളുണ്ടല്ലോ, അത് നമ്മുടെ നെഞ്ചിനെ കുത്തി കുറച്ച് മധുരിന് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതിന് നമ്മൾ അറിയാതെ ലയിച്ചു. ഇപ്പൊ നിരന്തരം പാട്ട് എഴുതാൻ, ഇപ്പൊ പിന്നെ റബീഉൽ അവ്വലിന്റെ സമയത്ത് മാത്രമാക്കി. കാരണം മറ്റൊരുപാട് നമുക്ക് ചിന്ത കൊടുത്ത്, ഇപ്പൊ സ്നേഹസാഗരം ഭയങ്കര തലവേദനയാണ് ആ സാധനം. തലയിൽ ഇങ്ങനെ എന്നും അസുഖം, മരണം, കിഡ്നി മാറ്റി വെക്കുക, സർജറി, ക്യാൻസർ, അങ്ങനെ ഓരോ വിഷയം ഉണ്ടാവും. അപ്പൊ ഫ്രീ മൈൻഡോട് കൂടി എഴുതാൻ വേണ്ടി ഇരിക്കാൻ മദീനത്തന്നെ പോകണം, ബാക്കി നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എഴുതുന്നൊക്കെ മദീനത്താണ്. അവിടെ പോയിട്ട് ഒരു 3-4 ദിവസം മദീന മാത്രം പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അവിടെ ഇരുന്നിട്ട് അങ്ങനെ 365 ഗേറ്റിന്റെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ എഴുതിയിട്ട് തിരിച്ചു വരില്ല. അപ്പൊ അതാണ് നല്ല റാഹത്തോടെ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് റബീഉൽ അവ്വൽ ആ ഒരു 3-4 മാസത്തേക്ക് മാത്രമാക്കിയിട്ടാണ് ഇപ്പം അത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീല് വരുന്നത്. പാട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകത, നമ്മള് പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല ആ സാധനം. നമ്മളെ ഹൃദയം തന്നെ അങ്ങോട്ട് എഴുതി വെക്കണം. അല്ലാതെ നമ്മള് ഇപ്പൊ പാട്ട് ഞാൻ MH വള്ളുവങ്ങാടിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് പഠിക്കാൻ പോയി. അതിന്റെ പ്രാസം, കമ്പി, വാൽക്കമ്പി, കഴുത്ത്, കൊളുത്തെന്നൊക്കെ പറഞ്ഞ് പാട്ടിന് കുറെ നിയമമുണ്ട്. അതൊക്കെ പഠിക്കാൻ പോയി. അവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു, പക്ഷെ എന്നാലും അങ്ങനെ എഴുതുന്ന പാട്ടിന് ഒരു ഭംഗി ഉണ്ടാവുമെങ്കിൽ പെട്ടെന്ന് നെഞ്ചിനെ കൊളുത്തിടിക്കാൻ ചിലപ്പോൾ നമ്മൾ കുറച്ച് നിയമമൊക്കെ തെറ്റിക്കേണ്ടി വരും, എന്നാലാണ് പറ്റുക. അപ്പൊ MH ഉസ്താദിന് അത് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരികെ കടക്കുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പാട്ടിന്റെ എത്ര ഒരാളെ സ്വാധീനിക്കുന്ന വേറൊരു സംഭവം ഇല്ല. ഞാൻ പണ്ട് പിന്നെ മദ്രസയിൽ പഠിക്കുമ്പോ ഇപ്പൊ ഹജ്ജിന്റെ ഫർദും ഉംറയുടെ ഫർദും ഒക്കെ പാട്ടിന്റെ രൂപത്തിൽ എഴുതിയിട്ട് എക്സാമിന് മദ്രസയിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ എക്സാം ഇങ്ങനെ നടക്കുമ്പോ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് പേന ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്താണ് ആലോചിക്കുന്നത്, പക്ഷെ ഞാൻ പാട്ട് ഇങ്ങനെ ഹജ്ജിന്റെയും ഉംറയുടെയും ഫർളായ തവാഫാണ് ഇഫാദത്തിന്റെ, അതൊരു തമിഴ് പാട്ടാണ്, സിനിമാ പാട്ടാണ്. ഞാൻ അന്ന് മലയാളി പോയി കേട്ട സിനിമയുടെ പാട്ടാണ്. പക്ഷെ എന്നാലും ആ പാട്ടിന് നമ്മളെ ഹജ്ജിന്റെ ഉംറയും അങ്ങനെ ഒരു ഹാജിമാരെല്ലാരും മക്കയിലെത്തി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിന്റെ എഴുതിയിട്ട് ആ പാട്ട് ഇങ്ങനെ കാണാൻ പഠിച്ച ഹജ്ജിന്റെ പറ, അതൊന്നും ഇപ്പൊ ഞാൻ മറന്നിട്ടില്ല. ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച പാട്ടാണ്. ഇപ്പൊ ഞാനത് എടുത്ത് പാടുന്നതെന്ന് പറഞ്ഞാൽ എക്സാമിന് എഴുതാൻ ഏറ്റവും എളുപ്പം പാട്ടിന്റെ ബൈത്തിന്റെ രൂപത്തിൽ മനപ്പാടാക്കലാണ്. ഒരിക്കലും മറക്കൂല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രൂപത്തിൽ കുറെ ക്വസ്റ്റ്യൻ ആൻസർ, നിനക്ക് ഞാൻപോട്ടുള്ള നിന്റെ എക്സാമിന്റെ വിജയത്തിന്റെ ഒരുപാടായിക്കോട്ടെ, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് ഒരു കാലത്ത് മറക്കൂല. ഞാൻ അന്ന് എഴുതിയ ആ ടൂണും ആ വരികളും ഇപ്പൊ എന്റെ മനസ്സിലേക്കാണ്. അത് തന്നെ, നമുക്ക് അതിലൊന്നും വേണ്ട, ആ ആൻസർ നമ്മൾ പാട്ടാക്കുക. ഭയങ്കര രസമാണ്. ഇപ്പൊ നമ്മളെ അൽഫിയുടെ ബൈത്ത് നമ്മള് പുസ്തകത്തിൽ എത്ര തല്ലിയിട്ട് നമ്മൾ പഠിച്ചാൽ മനസ്സിരിക്കും. ബാക്കി അതിങ്ങനെ ഒരു എഴുതി ഗദ്യം പോലെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇരിക്കൂല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ പാട്ട് പണ്ടേ എനിക്ക് ഇഷ്ടമാണ്. സ്കൂളിലാണെങ്കിലും ഈ സാറിന് അടി കിട്ടാത്തത് പദ്യപാരായണത്തിന് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് പഠിക്കും. ഇപ്പൊ നിങ്ങളും താരങ്ങളും, പിന്നെ പുള്ളി ശ്രീധരന്റെ മാമ്പഴം, അതൊക്കെ പെട്ടെന്ന് മനപ്പാടാക്കി. പിന്നെ മറ്റേ എന്താണ് 12 മക്കളെ പെറ്റൊരമ്മ എന്ന് പറയുന്ന കവിത ഉണ്ട്. പിന്നെന്താണ് മധുസൂദനൻ നായർ എഴുതിയ കവിതയാണ്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റും അമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. അങ്ങനെ കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന കേവല, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ലളിതഗാനം, എന്നും ചിരിക്കുന്ന, അന്ന് യേശുദാസ് പാടിയ പാട്ടാണ്. അത് സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ലളിതഗാനം, അതിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഒരു ഹിന്ദി പദ്യപാരായണം, ഗുങ്കടുക്കാ പടുക്കോല് രേ തോക്കോ പീറു മിലേംഗേ ഗുങ്കടുക്കാ പടുക്കോൽ. അതൊന്നും മറന്നിട്ടില്ല. ബാക്കി നമ്മൾ സ്കൂളിൽ പഠിച്ച എന്തെല്ലാം കാര്യങ്ങളും മറന്നു. പക്ഷെ ഈ പാട്ടുമായി ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും മറന്നിട്ടില്ല. പെട്ടെന്ന് മനസ്സിൽ ക്യാച്ച് ചെയ്ത് വെക്കാൻ പറ്റും എല്ലാ പാട്ടുകളാണെങ്കിലും. ഇപ്പൊ വൈരപ്പള്ളി ശ്രീധരന്റെ കവിത ഞാനിപ്പോ മതപ്രസംഗത്തിനൊക്കെ കുറെ പാടിയിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ
അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. അങ്ങനെ ഒരു മോന്റെ ഒരു മാമ്പഴത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു പാട്ട്. ആ മോൻ മരിച്ചതിന് ശേഷം പിന്നെ പഴം വീഴുന്നത് എടുക്കാൻ ആളില്ല, അങ്ങനെ ഒരു അമ്മ കരയുന്ന ഭയങ്കര ചിന്തയുള്ള ഒരു പാട്ട്. അപ്പൊ അതൊക്കെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ പതിഞ്ഞിരിക്കും. അപ്പൊ ഈ മഹബത്തിൽ നമ്മൾ കുറെ ചരിത്രങ്ങൾ, ഇപ്പൊ ഞാൻ റസൂലുള്ളാഹിയുടെ വീട് എഴുതിയതൊക്കെ ആളുകളുടെ മനസ്സിൽ ഒരിക്കലും മറക്കില്ല. പ്രസംഗത്തെക്കാൾ മനസ്സിൽ പതിഞ്ഞിരിക്കും ഈ പാട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആ മേഖല കുറച്ചുകൂടെ ഞാനൊന്ന് സജീവമാക്കിയത്. നമുക്കൊരു ഗുണം ഉണ്ടാവും, ആഖിറത്തിൽ കൂലി കിട്ടും. വെറുതെ രസമല്ലല്ലോ. നമ്മുടെ ജലീൽ റഹ്മാൻ ഉസ്താദ് ഉണ്ടല്ലോ, ശരിക്കും ഇഷ്ക് പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എപ്പോഴും പറയലുണ്ട്, നിങ്ങളുടെ പാട്ടിന്റെ വരികൾ ഇങ്ങനെ വിശദീകരിച്ച് ഇഷ്കിൽ ഇങ്ങനെ പറഞ്ഞാല് പിന്നെ ഞാനും ഇഷ്ക് പ്രഭാഷണത്തിന് പോകുമ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് നോക്കി. രസമാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ ഈ രാത്രി ഒരു കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ മൊബൈൽ നമ്മളെന്തായാലും ട്രെയിനിൽ കിടക്കുമ്പോൾ കുറച്ചേരം കാണുമല്ലോ. അപ്പൊ അങ്ങനെ കണ്ട കൂട്ടത്തിൽ ഒരു പാട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് ഒരു ഭയങ്കര ചിന്ത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നതാണ്. റസൂലുള്ളാഹിയുടെ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷരീഫിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന വിരിയിൽ വീണ പൊടിയായിരുന്നെങ്കിൽ, ബുറാക്കിന് പോയ ഈ മറാജിന് പോയ ബുറാക്കിന്റെ പിന്നെ ചിറകിൽ എവിടെയെങ്കിലും ഒന്ന് പറ്റിയിരുന്നിരുന്നെങ്കിൽ എന്തൊക്കെ കാണാമായിരുന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചതാ. പിന്നെ പട്ടിണി കൊണ്ട് റസൂലുള്ളാഹി നടന്നു പോയപ്പോ, പട്ടിണി കൊണ്ടങ്ങ് രാത്രി നടന്നപ്പോൾ വീശിയ കാറ്റെങ്കിൽ നബിയെ തട്ടിയും മുട്ടിയും കൂടെ ഇരുന്നൊരു കുപ്പായമായെങ്കിൽ. അതായത് അന്ന് വിശന്ന് നടന്നു പോയല്ലോ ഒരിക്കലും. അപ്പൊ അടിച്ചു വീശിയ ഇളം തെന്നൽ ഞാനായിരുന്നെങ്കിൽ, ആ തെന്നലടിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന കുപ്പായം ഞാനായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക്. അത് മുഴുവൻ അങ്ങോട്ട് എഴുതി വെച്ചു പച്ചക്ക്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ നമ്മുടെ ഒരു കുവൈറ്റി പരിപാടി ആ പ്രോഗ്രാമിന് പോയപ്പോ ഒരാൾ ഓഫീസിലൊന്ന് ദുആ ചെയ്യാൻ ക്ഷണിച്ചപ്പോ ആ ഓഫീസിൽ സ്റ്റാഫ് ഓടി വന്നിട്ട് റഹ്മത്തുൽ ആലമീൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞ റഹ്മത്തുൽ ആലമീൻ പാട്ട്. അതിന്റെ തുടക്കം അതാണ്, റഹ്മത്തുൽ ആലമീൻ പൂമേനിയിൽ വീണ പൂമഴയായെങ്കിൽ, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് ഫുള്ള് ലിറിക്സ് എഴുതി അത് പഠിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യക്കറിയാം മക്കൾക്കറിയാം ഒക്കെ കാണാപ്പാടാക്കിയിട്ട് നിങ്ങൾ പാടുന്ന പാട്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. ഒരാള് മതിയല്ലോ, ഒരാള് അതിങ്ങനെ ആഗ്രഹിച്ചിട്ട് കരയാന്, മനസ്സിൽ ഇഷ്ടമുണ്ടാക്കാനോ ഭയങ്കര ഭാഗ്യമാണ്. അത് നിലനിർത്താൻ വേണ്ടി സാബി ദുആ ചെയ്യണം. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരുപാട് ആലിമീങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ദുആ വസിയത്ത് കൂടിയാണ്. അത് കാണുന്നവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതാന്, കരയാന്. ഇപ്പൊ ജന്നത്തുൽ ബഖീന്റെ മണ്ണിന്റെ ഭാഗ്യം, അതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എഴുതാൻ. ജന്നത്തുൽ ബഖീന്റെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ, എത്ര ആളുകളാണ് അവിടെ കിടക്കുന്നത്, ആരൊക്കെയാണ് കിടക്കുന്നത്. അത്രയും ഇഷ്ടമുള്ളവർ മാത്രമല്ലേ കിടക്കുള്ളൂ, അല്ലാത്ത ആരും ഇവിടെ കിടക്കൂലല്ലോ. അത്രയും ഹൃദയം കൊടുത്തവർക്ക് അവിടെ കിടക്കാൻ പറ്റും. അപ്പൊ ആ മണ്ണിനൊരു ഭാഗ്യം ഉണ്ടല്ലോ. അങ്ങനെ ഓരോ ചിന്ത. പിന്നെ പ്രാവ്, മിനാരത്തിന്റെ മുകളിൽ ഇങ്ങനെ പറക്കുന്ന, കുബ്ബയുടെ മുകളിൽ പറക്കുന്ന പ്രാവ്, ലോകത്ത് ഇത്രയും ഭാഗ്യമേത് പ്രാക്ടീകരണമുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിക്കലുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ മേഖലയും എഴുതി ഈ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. നല്ല പാടുന്ന മക്കളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്റെ മോനും പാടും. ഒരു മോൻ മിസ്തബ് എന്ന് പറയുന്ന മോന് പാടും. അവന് നല്ല കഴിവാണ്. സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി പാടിപ്പിച്ചു. മാഷാഅല്ലാഹ് കുറെ പാട്ട് പാടിയിട്ടുണ്ട്. അവന് നല്ല ശബ്ദമാണ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അവന് നല്ല ശബ്ദം, എന്നെക്കാൾ നല്ല ശബ്ദമാണ്. നല്ല ശബ്ദമാണ്. നല്ല ഒരുപാട് പാട്ട് പാടി. നമ്മളെ മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും, മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും, മനസ്സേ മനസ്സേ മതിയാകുമോ. ആ പാട്ട് അമ്മോനാ പാടിയത്. ഞാനത് ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ടായിരുന്നു. ആളുകളൊന്നും വലുതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ പാടിയതിനു ശേഷം അവന് ഒരു കഴിവുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം. തീർച്ചയായിട്ടും നല്ല ഉഷാറായിട്ട് കൊണ്ടുവരണം. അതിനൊക്കെ ഉഷാറാവട്ടെ. നല്ല ഉഷാറായിട്ട് നല്ല മേന്മയുള്ള നന്മയുള്ള ഒരു മോനായിട്ട് വരട്ടെ. പക്ഷെ അതെല്ലാ മക്കളും. സാബിക എങ്ങനെ കുടുംബത്തെ കുറിച്ചുള്ള സ്വപ്നമൊക്കെ എന്താണ്? കുടുംബജീവിതത്തെ കുറിച്ച് എല്ലാം കൂടെ ചോദിക്കുമ്പോ കുടുംബജീവിതം ഇൻഷാല്ലാ ഒരു ഇപ്പോ 23 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇൻഷാല്ലാ ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇൻഷാല്ലാ എല്ലാം വന്നിട്ടുണ്ടോ? ചാൻസ് കൂടുതലാണ് വരാൻ. ചോദിച്ചതാണ്. കുറെ പ്രൊപ്പോസൽസ് ഇങ്ങനെ വരാറുണ്ട്. ഞാൻ പിന്നെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങാത്തോണ്ട് ടൈം ആവുമ്പോ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സൺ കിട്ടും. വീടൊക്കെ വെച്ചു? ഇല്ലേ, സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. പഠിച്ചു സ്വന്തമായിട്ട് പറഞ്ഞാല്
ജ്യേഷ്ഠനും നമ്മുടെ ഉമ്മ ഉപ്പൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ 10 മക്കളാണ് അൽഹംദുലില്ലാ. 9 കല്യാണം കഴിഞ്ഞു, 7 പെങ്ങളായിരുന്നു, 2 ജ്യേഷ്ഠനായിരുന്നു, എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും വെയിറ്റിംഗ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതൊരു നിക്കാഹ് ഒരു സംഭവമായിരിക്കും മിക്കവാറും അതെന്നൊക്കെ പറഞ്ഞു. കാരണം ഇത് നമുക്കൊരു ഇപ്പൊ ഒരു റീച്ചിൽ നിൽക്കുന്ന ടൈം ഉണ്ടല്ലോ, നമുക്കൊരു ഇപ്പൊ ഈ ആളുകൾ ഇത്ര ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ടു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആലോചനകൾ ഒരുപാട് വരുമ്പോൾ നല്ലത് മാത്രം കൊത്തിയെടുക്കുക, ബാക്കിയുള്ള ഒഴിവാക്കുക. കാരണം അള്ളാഹുനോട് എപ്പോഴും ദുആ ചെയ്യണം കിട്ടാനും. നമുക്ക് അറിയില്ലല്ലോ. 2 വിദ്യാഭ്യാസമുള്ള ഒരു മോളെ കിട്ടിയാലുള്ള ഒരു വൈഫിന് കിട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ എപ്പോഴും യാത്ര ആയിരിക്കും. അപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, എല്ലാ മേഖലയിലും കഴിവുണ്ടെങ്കിൽ ഏറ്റവും വലിയ ക്വാളിറ്റി അതാ. എല്ലാ മേഖലയിലും കഴിവുണ്ടെങ്കിൽ വൈഫിന് ജോലി കിട്ടുക എന്നതല്ല ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മുടെ മക്കളെ അവർ കൊണ്ടുവരെ നോക്കും. വിദ്യാഭ്യാസം ഇല്ലാത്ത ഉമ്മ മക്കളെ നോക്കുന്നത്, വിദ്യാഭ്യാസം ഉള്ള ഉമ്മ നോക്കുന്നത് രണ്ടും രണ്ടാ. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഉമ്മമാരെ നോക്കി നശിച്ചു എന്നല്ല. എന്റെ ഉമ്മ വിദ്യാഭ്യാസം ഇല്ലാത്ത ഉമ്മയാണ്, മനസ്സിലായല്ലോ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വളരെ തന്ത്രപരമായി മനഃശാസ്ത്രപരമായി അവരോട് കളിച്ച് ചിരിച്ച് ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ അങ്ങനെ ഒരു കഴിവുള്ള വൈഫ് കിട്ടിയാൽ നിനക്ക് ധൈര്യമായിട്ട് ഈ ഇൻസ്റ്റയും കൊണ്ട് എവിടെയെങ്കിലും പോകാം, വീട് റാത്തായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, പിന്നെ നിനക്ക് അത്രയൊന്നും മിക്ക നേരം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അപ്പൊ അത് പിന്നെ എപ്പോഴും ദുആ ചെയ്യണം സ്വാലിഹത്തായ കിട്ടാൻ. ഏത് വയസ്സാണ് ഏറ്റവും നല്ല പ്രായം കല്യാണം കഴിക്കാൻ? അറിയാൻ വേണ്ടി കല്യാണം കഴിക്കാൻ ഇപ്പൊ നിങ്ങളിപ്പോ എത്ര വയസ്സായി? 23 അല്ലേ? 1 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറയാം. കാരണം നേരത്തെ കല്യാണം കഴിക്കുക അതൊക്കെ നമുക്ക് എല്ലാവരും പറയും അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പക്വതയൊക്കെ വരട്ടെ. പക്വത എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നേരത്തെ വരും. അത് വെറുതെ മനുഷ്യര് പറയാണ് പക്വത എന്നില്ല. അപ്പൊ അതൊക്കെ നേരത്തെ വരും. നേരത്തെ കല്യാണം കഴിച്ച് നമുക്ക് നമ്മുടെ നല്ല കാലത്ത് അള്ളാഹു ആഫിയത്ത് തന്നാല് നമുക്ക് നമ്മുടെ മക്കളെ വളർച്ച. ഇപ്പൊ എന്റെ മുസ്താഖ് അഹമ്മദ് ഇന്നിപ്പോ ജീവിച്ചിരുന്നാൽ അവനിപ്പോ 20 വയസ്സാവും. 10 വർഷമായി മരണപ്പെട്ടിട്ട്, 10ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പൊ 20 വയസ്സാവും. അപ്പൊ ആലോചിച്ച് നോക്കി, ഞാൻ എത്ര നേരത്തെ കല്യാണം കഴിച്ചു. 20 വയസ്സുള്ള ഒരു മോനെ എനിക്കുണ്ടാവും ഇപ്പോ, മനസ്സിലായത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നേരത്തെ കല്യാണം കഴിച്ചാൽ നമ്മുടെ മക്കളുടെ വളർച്ച കാണാൻ നമുക്ക് ആയുസ് തരുന്നത് അള്ളാഹുവാണ്. പക്ഷെ നമ്മളൊരു കണക്കൂട്ടല്ല പറയുന്നത്, എല്ലാ മനുഷ്യനും കണക്കൂട്ടാലോ. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ കല്യാണം, ഞാൻ പറയുന്നത് ഇനി 2 വർഷം വരെ കാക്കണ്ട, ഉടനെ തന്നെ ആയിക്കോന്നാണ് പറയാം. ഞാന് എത്ര വയസ്സെപ്പോഴും പറയുന്നുണ്ട് പരാതി. മക്കളെ വയസ്സ് ചോദിക്കുമ്പോ, അതുപോലെ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോ, ബർത്ത്ഡേ ഡേറ്റ് ചോദിക്കുമ്പോ, വെഡിങ് ആനിവേഴ്സറി ചോദിക്കുമ്പോ തൻസീറിനോട് ചോദിക്കുക. എപ്പോഴും പറയുന്നത് തൻസീർ സുന്നത്തിന്റെ പ്രായം അങ്ങനെ ആയിക്കോട്ടെ. നല്ലൊരു കുടുംബജീവിതം നടക്കട്ടെ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കണം, നല്ലൊരു ജീവിതം സാധിക്ക് സന്തോഷത്തോടുകൂടി ചിരി മായാതെ നിൽക്കാൻ പറ്റുന്നൊരു ജീവിതം അങ്ങനല്ല ഉണ്ടാവും. നമ്മുടെ വൈഫ്, നമ്മുടെ കുടുംബം, വൈഫ് ശരിയല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ശരിയാവില്ല. ആകെ പ്രശ്നം ഉണ്ടാവും. നമുക്ക് ഈ ജനങ്ങളോട് ചിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഹാപ്പി ആണെങ്കിലല്ലേ. അത് നമ്മൾ ലോകത്ത് എവിടെ പോയാലും വീട് ശരിയല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അത് കല്യാണം കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവിടെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏത് ലോകത്തും പറക്കും. ജസ്റ്റ് വൈഫിനെ വിളിക്കുമ്പോൾ ഹാപ്പിയായ വർത്താനം, സുഖമാണ്, എന്തൊക്കെ വിശേഷം, അൽഹംദുലില്ലാ അവിടെ ഹാപ്പിയാണ്, അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ ദുനിയാവിൽ എവിടെ നമുക്ക് പറക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു വിഷമാണ്, അവിടെ ഒരു മുഖം കറുപ്പിച്ച് അത് എത്ര, അതായത് വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ പുഞ്ചിരിക്കുന്ന ഭാര്യ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര കാര്യമാണ്. അലിയാരെ നിങ്ങൾ ചോദിച്ചല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്, രോഗം ഒന്നും വരുന്നില്ല, അത്രയും ഉണ്ടായാലും ഞാൻ എവിടെയെങ്കിലും പോയി വരുമ്പോ നീ അങ്ങനെ പ്രകാശിച്ച് വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചൊരിക്കല്. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ. അങ്ങനെ തന്നെ നമ്മൾ കുറെ അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ആണിന്റെ അടിമ എന്നുള്ള രീതിയിലൊന്നും അല്ല പറയാം. നമ്മൾ കുടുംബത്തിന്റെ ഒരു റാണിയല്ലേ. അപ്പൊ കുടുംബനാഥം വരുമ്പോ ആ റാണി സ്വീകരിക്കുന്നത് എല്ലാ വിഷമവും പറഞ്ഞിട്ട് വിഷമങ്ങൾ പിന്നീട് ആയിക്കോട്ടെ, പിന്നെ പറയാം. വന്നുടനെ തരുന്ന വിഷമം. ഇപ്പൊ ഫോൺ വിളിക്കുമ്പോ തന്നെ അവിടെ റോങ് ആണെങ്കിൽ നമുക്ക് പിന്നെ ആ യാത്ര മുടങ്ങി. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരുപാട് മരണം നടക്കുന്നുണ്ടല്ലോ നാട്ടിലേക്ക്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എല്ലാവരും പറയും അവര് കഴിക്കുന്ന ഫുഡാണ്. ഞാൻ പറയുന്ന അത് ഫുഡൊക്കെ രണ്ടാമതാണ്. ഫസ്റ്റ് അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന ഫോൺ കോളാണ്. അവിടെ അറ്റാക്കിന്, അതായത് നെഞ്ച് പൊട്ടിപ്പോവാണ്. ഭാര്യ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്. അവർക്കറിയില്ല ഈ മോനോട് എങ്ങനെ സംസാരിക്കണം, അവൻ നിൽക്കുന്ന സ്ഥലം, അവന്റെ ജോലി, അവന്റെ മൈൻഡ്, അവൻ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ ചിന്തിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഉമ്മാക്കും നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ, അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവന്റെ കൂട്ടുകാരോട് ചിലപ്പോൾ ഷെയർ ചെയ്യൂല, എല്ലാം ഷെയർ ചെയ്യുമെങ്കിലും പിണക്കം, അടി, വഴക്കൊന്നും ചിലപ്പോൾ സുഹൃത്തുക്കളോട് പറയില്ല. അത് സ്വന്തമായിട്ട് എന്നെ കൈകാര്യം ചെയ്യും. അതിന് നാണക്കേടല്ലേ, അത് മോശമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതാണ് അവന്റെ ജീവൻ നശിപ്പിക്കുക. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പിന്നെ ലിക്കറൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നടക്കും. ചിലപ്പോൾ ഇതുപോലെ ചിന്തിച്ച് കിടന്ന് മനസ്സ് നീറി അങ്ങനെ
മരണപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഭാര്യ നന്നായാലും അൽഹംദുലില്ലാ വലിയ റാഹത്താണ്. കുറേ ഭാര്യമാര് കുറച്ച് സഹിച്ച് ക്ഷമിച്ച് ഭർത്താവിൽ പൊരുത്തപ്പെട്ട് പോയാൽ കിട്ടുന്ന ഗുണം വലുതാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഭർത്താവും ഭാര്യ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. നമ്മളങ്ങനെ ഒരു ഭാര്യയുടെ യഥാർത്ഥ സുഖം ഭാര്യയ്ക്ക് അറിയണമെങ്കിൽ ഭാര്യ തന്നെ ആവണം. ഭാര്യ ഭർത്താവായാൽ പറ്റില്ല. ഭാര്യ ഭാര്യയായിട്ട് നിൽക്കുകയും ഭർത്താവ് ഭർത്താവായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബജീവിതത്തിൽ കിട്ടുന്ന സുഖം വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാര്യ തന്നെ കിട്ടട്ടെ. നല്ല ലോകത്ത് എവിടെ നിനക്ക് ഒരുപാട് ലോകം യാത്ര ചെയ്യാനുണ്ട്. എന്നും സൈക്കിളായിരിക്കൂല പറന്നു പോയാലും. അപ്പൊ ആ സൈക്കിളായി പിന്നെ സ്കൂട്ടറായി പിന്നെ ഇപ്പൊ ബെൻസായി അങ്ങനെ പറക്കുമ്പോ ഭാര്യ താഴെ നിന്ന് കാറ്റ് പറയാൻ പറ്റുന്ന ചിരിച്ചോട് കാറ്റ് പറയാൻ പറ്റുന്ന ഒരു അല്ലെ അങ്ങനെ ആയിരിക്കണം. ഒരു കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഔലിയാക്കള് ആരിഫ്യങ്ങൾ അവർക്കൊക്കെ ഭാര്യമാരുണ്ടാവുമെങ്കിലും അവരുടെ ഭാര്യ അവർക്ക് ഒരു പരീക്ഷണമായിട്ട് ഇപ്പൊ അവർക്ക് വെരിഫയർ കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങനെ പരീക്ഷണമായിട്ട് കൊടുക്കുന്നു. അപ്പോ ഒരു വലിയ നോക്കുമ്പോൾ എപ്പോഴും ഭാര്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താണ്, എപ്പോഴും പരിഹസിക്കാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം വിചാരിച്ചുള്ള പരിഹാസം ഒന്ന് നിർത്തിക്കൊണ്ട് കഴിവൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അള്ളാഹു എടുത്ത ഒരു കഥയാണ് കേട്ടോ. ബുഹാരി കണ്ടൊന്നും ചോദിക്കരുത്, കഥയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ഒരു കഴിവുകൊണ്ട് അദ്ദേഹം ഇത് പള്ളി നിസ്കരിക്കാൻ പോയിട്ട് പറന്ന് വീട്ടിലേക്ക് വരികയാണ്. മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെ പറന്ന് വീടിന്റെ മുകളിലൊന്നും ഇങ്ങനെ പറന്നു. അപ്പൊ ഭാര്യ താഴെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം, ഭർത്താവാണെന്ന് അറിയില്ല. അപ്പൊ വല്ലാത്ത മഹാത്ഭുതം തോന്നിയിട്ട് അവർ വലിയ ഭർത്താവ് വരുമ്പോ പറയണം ഒരു അത്ഭുതം കണ്ടല്ലോ എന്നൊക്കെ. ഭർത്താവ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വൈഫിനോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടോ? അപ്പൊ മറ്റൊരു അത്ഭുതം കണ്ടു മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പറക്കുന്നുണ്ട്, എന്ത് രസമായിരുന്നു. അപ്പൊ അയാൾക്ക് സമാധാനം, ഇതെങ്കിലും സന്തോഷമായിട്ട് അംഗീകരിച്ചല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു അത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ വൈഫ് അത് ശരി, അത് നിങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോയത്, വേറെ ആരെങ്കിലും ആണെങ്കിൽ നേരെ പോയത്. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മളൊരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാവും അവർക്ക്. നമ്മളെല്ലാ ചെയ്ത നന്മകളും അവർക്ക് ചെറുതായിരിക്കും. ചെറിയൊരു തിന്മ അവർ ഭയങ്കര തിന്മ അല്ല, ഒരു ചെറിയ നെഗറ്റീവ് ഒരു ഭയങ്കര സംഭവമായിട്ട് പറയും. പക്ഷെ അതൊക്കെ ഒരു നല്ല ബുദ്ധിയുള്ള നല്ലൊരു പെണ്ണാണെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ എന്റെ ഭർത്താവ് ഇന്ന ആളാണ്, ഇന്ന മേഖല വർക്ക് ചെയ്യുന്ന ആളാണ്, ഭർത്താവിന് ഇത്രത്തോളം ടെൻഷൻ ഉണ്ടാവും, ഭർത്താവിന് ഇത്രത്തോളം വിഷമം ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വൈഫാണെങ്കിൽ മാഷാ അല്ലാഹ് വലിയ തൗഫീഖാണ്. ആ തൗഫീഖിന് വേണ്ടി ഇനി 25 നിയത്ത് ചെയ്തെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള സമയം ആ തൗഫീഖിനുണ്ട് ദുആ ചെയ്യുന്നത്. ഞാൻ ദുആ ചെയ്യും. ഉസ്താദിന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഏറ്റവും പാവപ്പെട്ട വീട്ടിലാണ്. അതിന്റെ കാരണം എന്തായിരുന്നു? അല്ല എന്താ പറഞ്ഞാല് ഞാന് വേറെ കാരണമൊന്നുമല്ല, അങ്ങനെ സമ്പന്നരെന്ന് കെട്ടൂരാന്നോ അങ്ങനെയുള്ള തീരുമാനമൊന്നുമല്ല. എന്റെ ഒരു ആഗ്രഹമായിരുന്നു മനസ്സിൽ. നമ്മളൊരു പാവപ്പെട്ട കുടുംബം, എന്റെ നാട്ടിലെ ഏറ്റവും ചെറിയ വീടാന്ന് എനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറെ വർഷം ദർസ് പഠിക്കാൻ പോകുന്ന സമയത്ത് 4 സൈഡിലും മുകളിൽ പോലെ അങ്ങനത്തെ വീട്ടിലാണ് കിടന്നിരുന്നത്. കല്യാണത്തിന്റെ സമയപ്പോ ഓല മാറി ഓടായി എന്ന് മാത്രമേ ഉള്ളൂ. 4 സെന്റ് വസ്തുവിൽ ഒരു കുഞ്ഞു വീട്, അതിന്റെ ജ്യേഷ്ഠനൊക്കെ പരിശ്രമിച്ച് ചെയ്തു തന്നൊരു സംവിധാനമാണ്. അതിലാണ് കിടന്നിരുന്നത്. അതിലാണ് നമ്മുടെ റൂം ഉണ്ട്. 2 റൂമാണ് ആ വീട്ടിൽ ആകെ ഉള്ളത്. അതിൽ ഒരു റൂം ഞാൻ എടുക്കുമ്പോൾ പിന്നെ ബാക്കി എല്ലാവരും ഉമ്മയും ഉപ്പയൊക്കെ മറ്റു റൂമിൽ കിടക്കുന്ന ഹാള് കിച്ചണൊക്കെ വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് വലിയൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസം എനിക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചത് അതിനേക്കാൾ ചെറിയ വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മുടെ വീട് അവർക്ക് വലിയൊരു സ്വർഗ്ഗമായിരിക്കുമല്ലോ, അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ല നമുക്ക് പൈസ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടോ വലിയ കുടുംബത്തിൽ നിന്ന് കെട്ടണ്ടെന്നോ അങ്ങനെ കെട്ടുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നമ്മുടെ ഒരു സ്റ്റാറ്റസിന് ചേർന്ന് തന്നെയാണ് കെട്ടേണ്ടത്. അങ്ങനെ എല്ലാവരും യത്തീമിനെ കെട്ടണം, എല്ലാവരും പാവപ്പെട്ട കുട്ടി കെട്ടണം എന്നുള്ള ഒരു തീരുമാനമൊന്നുമല്ല ഞാൻ പറയാം. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു മൈൻഡിൽ ഒരു മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനോട് ചേരണം എന്ന് മാത്രം അങ്ങനെ ചേർന്ന് വന്നാൽ ഒരുവിധം റാഹത്തായിരിക്കും കാര്യങ്ങൾ. അപ്പൊ അവർക്ക് നമ്മളെ വിരിപ്പ്, കട്ടില്, ബാത്റൂം, കിച്ചൺ അതൊക്കെ ബുദ്ധിമുട്ടാവില്ല. മറ്റേതാകുമ്പോ 1 മണിക്കൂർ പോലും ഇന്നത്തെ പെണ്ണിന് അവിടെ നിൽക്കാൻ പറ്റില്ല, പ്രയാസമായിരിക്കും. അങ്ങനെ പിന്നെ എന്റെ ഉപ്പായും ഉമ്മായൊക്കെ അവിടെ, അവരൊക്കെ പഴഞ്ചൻ ജീവിത ശൈലി ഉള്ളവരാണ്. അവർ ചുമയ്ക്കും, രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും, ആ ബഹളം ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് ഉറങ്ങിയതൊക്കെ അങ്ങനത്തെ ഉപ്പയാണ്. ഇപ്പൊ മരണപ്പെട്ടിട്ട് 12 വർഷം. ഇപ്പൊ ഭയങ്കര തമാശക്കാരനാണ്, പാട്ടൊക്കെ പാടും, തമാശ പറയും, ഭയങ്കര രസമാണ് ഉപ്പ. അപ്പൊ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നത്, എന്റെ പ്രസംഗം കാണുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. സ്നേഹസാവിൽ ഉമ്മാക്ക് ഇഷ്ടമല്ല. കാരണം ഉമ്മ ഇങ്ങനെ വരിക, എന്റെ മോന്റെ പൈസ മൊത്തം രോഗികൾ ഇങ്ങനെ കൊണ്ടുപോകും. ഓരോ രോഗി ഇങ്ങനെ എടുത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ വരുമ്പോ ആരെങ്കിലും അയൽവാസികൾ പറയും ഇന്നൊരു പുതിയ ഉമ്മാമായി കൊണ്ടുവന്നിട്ടുണ്ട് സ്നേഹസാരത്തിന്, അവനൊരു ജോലിയില്ല, ഇതിന്റെ കുറെ ഉമ്മാവ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവര് നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിട്ട് പറയുന്നത് പൈസ, അവന്റെ പൈസ മൊത്തവും രോഗികൾ കൊണ്ടുപോകാണ്, അതൊക്കെ ഇങ്ങനെ വരുന്ന അവിടെ ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും വീടൊക്കെ വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഉപ്പ ഇങ്ങനെ ഞാൻ ആദ്യം പ്രസംഗിക്കുന്ന സമയത്ത് ഉപ്പ ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ ഉമ്മ അടുത്ത് പറയാതെ ബസ്സിൽ വന്നിറങ്ങിയിട്ട് ഓഡിയൻസിന്റെ അടുത്ത് നിന്നിരിക്കും.
എന്റെ പ്രസംഗം കേൾക്കാൻ കേട്ടിട്ട് ചായക്കടയിൽ പോയി. ചായക്കടയിലാണല്ലോ ചർച്ച നടക്കുക. ചായക്കടയിൽ പോയിട്ട് ചോദിക്കുന്നത് പുതിയ പയ്യൻ പ്രസംഗം ഉഷാറാവോ അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഉഷാറാണെന്ന് പറഞ്ഞാൽ പറയും, മോനാണ് ഉഷാറല്ലെങ്കിൽ പറയൂല. ഉഷാറാന്ന് പറഞ്ഞാൽ പറയും എന്റെ മോനാണെന്ന് പറയും. അപ്പൊ അന്ന് നമുക്ക് 500-750 രൂപയ്ക്കാണ് പ്രസംഗത്തിന് കിട്ടുന്നത്. അപ്പൊ എല്ലാ വർഷവും 750 രൂപ പ്രസംഗത്തിന് തരുന്ന ഒരു സംഘാടകരുണ്ടായിരുന്നു. അപ്പൊ അവരന്ന് 500 രൂപ കവറിൽ വെച്ച് തന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് 250 രൂപ അതിനകത്ത് കുറവുണ്ട്. അപ്പൊ ഉസ്താദ് ഉസ്താദിന്റെ ഉപ്പ 250 രൂപ വാങ്ങിട്ട് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ലീവിന് ദർസ് പഠിക്കുന്ന സമയമാണ് പഠിക്കുമ്പോ. അപ്പൊ ഞാൻ അറിഞ്ഞില്ല, ഉപ്പ വന്നു പോയാലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ലീവിന് വീട്ടിൽ പോകുമ്പോൾ ഉമ്മാടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉപ്പ വന്നിരുന്നു, പ്രസംഗ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൈസ ഒക്കെ വാങ്ങി. അങ്ങനെ ഉമ്മ പറഞ്ഞു, ഉപ്പാട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോവാ, അവനെ ജീവിക്കാൻ അനുവദിക്കൂലേ, അവനെ സൈഡിൽ പ്രസംഗിക്കട്ടെ, നിങ്ങളെന്തിനാണ് ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതല്ല, അവന് പ്രസംഗം എങ്ങനെ ഉണ്ടെന്ന് കേൾക്കണം, അതിന്റെ മറ്റേതൊക്കെ റിവ്യൂ ചെയ്യണ പോലെ അത് അറിയില്ലേ. അപ്പൊ അതിന് കഷ്ടപ്പെട്ട് പോകുമ്പോ എനിക്ക് വണ്ടിക്കൂലി ചായ ചെലവുണ്ട്, അതുകൊണ്ട് അവന്റെ പൈസ വാങ്ങിയതെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല തമാശക്കാരനാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പണ്ട് ഒരുപാട് കാലം ഈ പാടത്തൊക്കെ ഈ മറ്റേ പോത്ത് കാളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പൂട്ടെന്നാണ് പറയാ, ഈ പാടം ഒഴുകുന്ന ജോലി ചെയ്തിട്ട് അങ്ങനെ ജീവിച്ച് നമുക്ക് അതിന്റെ ഭക്ഷണമൊക്കെ കൊണ്ടുതന്ന്. എപ്പോഴും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉപ്പാടെ ഇവിടെ മുട്ടുവരെ ചെളിയുള്ള ഉപ്പായ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ പകല്. അങ്ങനെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ പിന്നീട് ഇപ്പൊ അൽഹംദുലില്ലാ ഞാൻ നല്ലപോലെ വീട് വെച്ച് വീട് ഒരു ഭംഗിയായിട്ട് ഉള്ളത് ഉപ്പ കണ്ടിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ വെച്ച് ഒരു മക്കളൊക്കെ ആയി അങ്ങനെ ഒരു സന്തോഷമുള്ള ജീവിതം കണ്ടോളൂ. ഇപ്പോഴത്തെ ഒരു റാഹത്തുള്ള അവസ്ഥയൊന്നും ഇപ്പൊ കണ്ടിട്ടില്ല. എന്നാലും മാഷാ അല്ലാഹ് ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഉപ്പാടെ എല്ലാ ആഗ്രഹങ്ങളും മക്കത്ത് മദീനത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്ന് നല്ല രോഗം ആയിപ്പോയി. ഉമ്മയെ കൊണ്ടുപോയി, പക്ഷെ ഉപ്പാക്ക് അങ്ങനെ ഭയങ്കര രോഗമായി പോയതുകൊണ്ട് പറ്റിയില്ല. പക്ഷെ എന്നാലും ബാക്കിയുള്ള പരമാവധി ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുകയും ഉപ്പാക്ക് കുറെ സ്നേഹം അവസാന സമയത്ത് കൊടുക്കാൻ പറ്റുകയൊക്കെ ചെയ്തു. അത് വലിയ സന്തോഷം. പിന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇപ്പൊ ഉമ്മാക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം വീടും വാങ്ങിയിട്ടാണ് ഉമ്മയെ താമസിക്കുന്നത്. തൊട്ടടുത്ത് അനിയനുണ്ട്, ഞാനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഉമ്മാക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഒരു നല്ല വീട് വാങ്ങി വസ്തു വാങ്ങിയിട്ട് ഉമ്മയുടെ കാലം അവിടെ തന്നെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഉമ്മ ഇപ്പൊ വാപ്പാടെ ആണ്ടൊക്കെ വരുമ്പോ നമ്മളെല്ലാരും ഉമ്മാന്റെ കൂടെ പോയി. ഞാനിവിടെ ആയിരുന്നു അന്ന്. നോമ്പ് 17-നാണ് ഉപ്പാന്റെ ആണ്ട്. അപ്പൊ അങ്ങനെ നാട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ നമ്മളിവിടെ നിന്ന് അതിന്റെ പൈസ ഒക്കെ അയച്ചു കൊടുത്ത് ഈത്തപ്പഴവും കാര്യമൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങി യാസീനെ പോയി ദുആ ചെയ്ത് അങ്ങനെ ഉമ്മാന്റെ കൂടെ ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ ഉമ്മാക്ക് ഇതൊക്കെ നമ്മളൊരു അവസ്ഥയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വാപ്പാക്ക് അതിന് പറ്റില്ല. 12 വർഷമായില്ലേ മരണപ്പെട്ടിട്ട്. എന്നാലും കുറെയൊക്കെ വാപ്പ മാഷാ അല്ലാഹ് മാനസികമായിട്ടൊക്കെ ഒരു സന്തോഷം മക്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് അവർ പോയത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഉപ്പാക്ക് വലിയൊരു ഭാഗ്യം ചെയ്ത് ഉപ്പയാണ്. കാരണം ഇത്രയും നല്ലൊരാള് മാഷാ അല്ലാഹ്. പിന്നെ വേറെ പ്രത്യേകത കൂടിയുണ്ട്. മജ്‌ലിസിന്റെ ദുആ കൊണ്ടാണ് ഉപ്പാക്ക് ഒരു നല്ല മരണം കിട്ടിയത്. ഇപ്പോഴും 100% ഞാൻ വിശ്വസിക്കണം. ഇപ്പൊ റമദാനിന്റെ 17-ാം രാവ് വെള്ളിയാഴ്ച രാവ് അങ്ങനെ മരണപ്പെടുമ്പോൾ നല്ല റാഹത്തായ അവസ്ഥയിൽ മരണപ്പെട്ടു. ഒരു മുഖത്തുനിന്ന് നമ്മളൊരു സ്വലിഹായ മയ്യത്തിന്റെ അടയാളങ്ങളൊക്കെ ഉള്ള രൂപത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ജുമയ്ക്ക് മുമ്പ് കബറടക്കി. 9 മണിക്ക് മരിച്ചിട്ട് ആ മനുഷ്യന്റെ ജുമയ്ക്ക് മുമ്പ് കബറടക്കുക എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് ഒരു നല്ല മയ്യത്തിന്റെ അടയാളം പെട്ടെന്ന് നടക്കുന്നതാണ്. അതൊക്കെ നടന്നു. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ മജ്‌ലിസുകളിൽ ദുആ ചെയ്തു. ഇത്രയും ആളുകൾ വരുന്നല്ലേ, എത്ര സോലിങ്ങൾ ഉണ്ടാവും, തഹജ്ജുദ് പോലും മുടക്കാത്ത എത്ര ഉമ്മമാരുണ്ടാവും. അപ്പൊ അവരൊക്കെ ആമീൻ പറഞ്ഞതിന്റെ ഗുണം കൊണ്ട് ഉപ്പാക്ക് അങ്ങനെ ഒരു മരണം കിട്ടിയതാണ്. പിന്നെ തീർച്ചയായിട്ടും ആഖിറവും ജീവിതവും അങ്ങനെ തന്നെ അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പിന്നെ നമ്മൾ സ്വതക്ക ചെയ്യാൻ നാട്ടിലൊക്കെ മാഷാ അല്ലാഹ് ഇപ്പൊ നമ്മുടെ സ്നേഹസാഗരം തുടങ്ങിയതിനു ശേഷം കൂടുതൽ ഇപ്പൊ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കുക, അതൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഉപ്പാന്റെ പേരിലും മോന്റെ പേരിലും. പിന്നെ ഇപ്പൊ സ്നേഹസാഗരം ആദ്യ കാലത്തൊക്കെ എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ UAE വന്നാലും മറ്റേ കുവൈറ്റിൽ പോയാലും എല്ലാരും കൂടി ചോദിക്കും, ബിസിനസ്സുകാരൊക്കെ ചോദിക്കും സ്നേഹസാഗരത്തിൽ എങ്ങനെയുണ്ട്, ഉമ്മാമാർക്ക് സുഖമല്ലേ, വീഡിയോസ് ഒക്കെ കാണലുണ്ട്, അപ്പൊ എന്തെങ്കിലും അവർക്ക് ഫുഡിനോ ചികിത്സയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉസ്താദ് പറയണം എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കണം. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അങ്ങോട്ട് പറയാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഞാനത് പറയാതെ തന്നെ ഇങ്ങോട്ട് അവർ ചോദിക്കുകയും അതിന്റെ പ്രവർത്തകരാകാം, മാസത്തിൽ എന്തെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മമാരെ ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ സഹായിക്കുന്ന ഒരു വലിയ സംഘം എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഈ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും അതിനെ മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്തു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ഓരോരുത്തരുടെ പേരിൽ ഇപ്പൊ ഹൈദരലി തങ്ങളുടെ പേരിൽ ഒരു വില്ലയുണ്ട്, ഷംസുലമ്മയുടെ പേരിൽ ഒരു വില്ലകളായിട്ടാണ് കെട്ടിയിരിക്കുക, മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു വില്ലയുണ്ട്, APJ അബ്ദുൽ കലാമിന്റെ പേരിൽ ഒരു വില്ലയാണ്, അങ്ങനെ ഒരു പ്രഗത്ഭരുടെ പേരിൽ ഒരു വില്ലയുണ്ട്. അതിന്റെ ഇടയിൽ യൂസുഫ് അലിയുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു വില്ല കെട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ സഫിയ ഹജ്ജുമ്മ നാട്ടിക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിങ്ങനെ മാഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി
ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞു യൂസുഫ് സാറിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാക്കി ഒന്ന് വിളിക്കണം, കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൂപ്പര് കാണാനൊക്കെ ഒരു അവസരം തന്നാൽ ഈ സ്നേഹസാരത്തിന്റെ പുതിയ ചുവടുവെപ്പ് ഒരു വലിയൊരു മുതൽക്കൂട്ടാവും. തീർച്ചയായിട്ടും ഭയങ്കര ഗുണമാകും. നമുക്കിപ്പോൾ ഉള്ള ഒരു അസൗകര്യങ്ങളൊക്കെ മാറും. കുറെ നിൽക്കാൻ സൗകര്യക്കുറവുണ്ട്, രോഗികളെ കാണാൻ വരുന്ന ആളുകൾക്ക് നിൽക്കാൻ സൗകര്യക്കുറവുണ്ട്, അങ്ങനെ കുറെ ബുദ്ധിമുട്ട് അതൊക്കെ മാറാൻ സഹായിക്കും. അപ്പൊ ഞാൻ അന്ന് വേറെ ഒന്നും കൊണ്ട് ചിന്തിച്ചല്ലേ, പെട്ടെന്ന് ഒരു 25 ലക്ഷം രൂപ അദ്ദേഹം തന്നപ്പോ ഒരു വില്ല അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരില്ല. അദ്ദേഹത്തിന്റെ ഉമ്മമാരെന്നുള്ള ഭയങ്കര വീക്ക്നെസ് ആണ്. ഉമ്മ കേട്ടാൽ തന്നെ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരില്ല. ഒരുപാട് പേര് അതിനെ അവിടെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു നിങ്ങളത് ചെയ്യരുത്, നമ്മളൊക്കെ പൈസ തരുന്നില്ലേ എന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനല്ല. അദ്ദേഹം ഉമ്മ എന്ന് പറഞ്ഞാൽ അത്രയും അട്രാക്ഷൻ ഉള്ള ഒരാളാണ്. ഇതുപോലെ 100 കണക്കിന് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്തായാലും ഈ വില്ല ഒരു 10 ഉമ്മമാർ അതിനകത്ത് കഴിയുന്നത് 100% അർഹതയാണ്. അത് ഞാൻ ചെയ്യുമെന്ന് അങ്ങനെ ചെയ്തു. അപ്പൊ മാഷാ അല്ലാഹ് അത് അപ്പൊ അദ്ദേഹം കാണും. നമ്മൾ നിർബന്ധിച്ചില്ല, ആരോടും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം അത് അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത് ചിലപ്പോ പടച്ചോനൊരു സഹായം എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ട്. മാഷാ അല്ലാഹ് ഒരുപാട് സമയം ഉസ്താദ് സംസാരിച്ചു. അപ്പോ എന്റെ ജീവിതത്തില് മാഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിന് പഠിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇങ്ങനെ ഒരു നിമിഷം ഇത്രയും ഞാൻ ഉസ്താദിനെ വിളിക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നത് ഞാൻ വിചാരിച്ചില്ല. ദുബായില് നമ്മുടെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ നേരത്തെ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മളങ്ങനെ കണ്ടപ്പോ എന്നാ പിന്നെ ഒരു ദിവസം അങ്ങനെ കണ്ട് നേരിട്ട് തന്നെ ഇങ്ങോട്ടൊന്ന് കാണാൻ, ഈ സംവിധാനങ്ങളൊക്കെ കാണാം എന്ന് മനസ്സിലാക്കിയിട്ട് വന്നതാണ്. സംസാരിക്കാൻ എനിക്ക് പിന്നെ ഒരു മടിയില്ലാത്ത ഒരാളാണ്. എത്ര മണിക്കൂർ നമ്മൾ പ്രസംഗിക്കുന്നതുകൊണ്ട് അങ്ങനെ. പിന്നെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കാനും മടിയില്ല. ഈ ജയിന്റെ ചാനലിന് കുറെ വർഷമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ചകളിലൊക്കെ രാവിലെ 9:00, പിന്നെ റമദാനില് രാത്രി 11 മണിക്ക് അൻബയാൻ, വെള്ളിയാഴ്ച അൽജവാബ്. കുറെ വർഷമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്തു കൊടുത്തിട്ടാ വന്നത്. കാസർഗോഡ് നിന്നൊരു സ്ത്രീ. അപ്പൊ അങ്ങനെ കുറെ അങ്ങനെ ചോദ്യങ്ങള്, ഒരു ഖുർആനായത്തിന്റെ വിശദീകരണങ്ങളും കുറെ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ കൊണ്ടുപോകുന്ന സാധനം. എത്ര തിരക്കുണ്ടെങ്കിലും അത് വലിയ സാമ്പത്തികം ഇതല്ല. അതിൽ നമ്മളൊരു ചെയ്യുന്ന ആളാണെങ്കിലും ഞാനാണെങ്കിലും ഈ പരസ്യങ്ങളൊക്കെ അതിൽ വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് പറയണം. ആൾക്ക് അത് ചിലപ്പോൾ ഇത്തിരി ഇഷ്ടക്കുറവായിരിക്കും. പരസ്യം കൊടുക്കുന്നതിന് കാരണം അത്രയും പൈസ കൊടുത്തിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ചാനലൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എത്ര ചാനലാണ് സാമ്പത്തിക ചെലവുണ്ട്. അപ്പൊ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഈ ലൈറ്റിലും ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു മടിയില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു അസ്വസ്ഥത തോന്നില്ല. കുറെ മണിക്കൂർ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് അത്. അതുകൊണ്ട് എനിക്ക് പിന്നെ അതിന്റെ ഒന്ന് സംസാരപ്രിയനാണ്. 2 സ്റ്റുഡിയോയിൽ ഇരുന്ന് പരിചയമുണ്ട്. പിന്നെ 3 സാരി ഇങ്ങനെ നോക്കിയിരുന്നാല് പ്രശ്നമില്ലാത്ത. അതാണ് ഇത്രയും സമയം. ജസ്റ്റ് ഒരു ചോദ്യം കൂടി ലാസ്റ്റ്. ഉസ്താദിന് ഏറ്റവും കൂടുതൽ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്, അല്ലെങ്കിൽ ഏത് നാട്ടിലാണ് ഉസ്താദിന് തോന്നിയത്? ചിലപ്പോ ശരിയായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കും. എന്നാലും അടിയുണ്ടാക്കി നിർത്താനുള്ള പരിപാടിയാണോ സ്വന്തം? അങ്ങനെയല്ല, അറിയാൻ വേണ്ടി ചോദിക്കാണ്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടാറുള്ളത് എന്റെ നാട്ടുകാരാണ്. ഒന്നുകിൽ കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരം, ആ ഭാഗത്തുള്ള ആളുകളാണ്. എനിക്കറിയില്ല അത് എന്റെ നാടായത് കൊണ്ടാണോ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ആളുകൾ ഇതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മൾ ഏതൊക്കെ ജില്ലയിൽ പോയി പ്രസംഗിച്ചാലും ആളുകൾ സ്വീകരിച്ചാലും എന്റെ നാട്ടുകാരെ എനിക്ക് ഏറ്റവും പ്രിയമാണ്. ഒന്നാമത്തെ പ്രിയം അവർക്ക് തന്നെയാണ്. കാരണം എന്റെ ജീവിതം കണ്ടവരാണ്, എന്റെ വളർച്ച കണ്ടവരാണ്. ചിലപ്പോൾ അവരുടെ അസൂയാക്കൾ ഉണ്ടാവാം, നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അത് ഞാനായാലും ഉണ്ടാവും, മനുഷ്യരല്ലേ. അവരെ വളർച്ചയിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ സംഘടനപരമായി ഞാൻ സമസ്ത ആയതുകൊണ്ട് നമ്മളെ കൂടെ പഠിച്ചവർ ചിലപ്പോൾ വേറെ സംഘടനകളായിരിക്കാം, അങ്ങനെ ഇഷ്ടപ്പെടും. അതൊന്നും വിഷയമല്ല. പക്ഷെ എന്നാലും ഏറ്റവും പ്രിയം എനിക്ക് അവരോട് തന്നെയാണ്. കാരണം എന്റെ വാപ്പായും ഉമ്മയും വളർന്നത് അവിടെയാണ്, അവർ നമ്മളെ വളർത്തിയത് അവിടെയാണ്, എന്റെ മോൻ കിടക്കുന്ന മണ്ണ് അവിടെയാണ്, എന്റെ വാപ്പ അടക്കിയിരിക്കുന്ന അവിടെയാണ്, സ്നേഹസാഗരം എല്ലാം അവിടെ. പ്രസംഗ മേഖലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ അത്ര കൂടുതൽ ആളുകൾ കൂടുതൽ പരിപാടിക്ക് വിളിക്കാറുള്ളതും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. അത് വലിയ പ്രയാസമുള്ള കാരണം നമ്മളിപ്പോ പ്രസംഗ എറണാകുളം ഒക്കെയാണ് കുറച്ച് മാത്രം പ്രസംഗിക്കാൻ പോവാം. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സജീവം. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ നിൽക്കുക. സ്നേഹസാഗരം വന്നതുകൊണ്ട് മറ്റ് ജില്ലകൾ പതിയെ കുറച്ചിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രോഗ്രാമുകൾ കൂടുതൽ കൊടുത്തിട്ട് ഈ രോഗികളെ നോക്കാനൊക്കെ ശ്രദ്ധ കുറച്ച് കൂടുതൽ അങ്ങനെ കൊടുക്കും. പിന്നെ മലബാർ, കണ്ണൂർ, കാസർഗോഡ് ഒന്നും മറക്കാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞാല് എല്ലാവരും സ്നേഹമാണ്. ട്രെയിനിൽ വന്നാലും ഫ്ലൈറ്റിൽ വന്നാലും വണ്ടിയിൽ വന്നാലും ഓടി വരിക, സ്വീകരിക്കുക, റൂം വേണോ, ഭക്ഷണം വേണോ.
ഞാൻ സ്വന്തം റൂം എടുത്തിട്ട് കിടക്കരുത്, സംഘാടകരെ കൊണ്ട് റൂം എടുപ്പിക്കലൊന്നുമില്ല. അതൊക്കെ ആളുകൾ വെറുതെ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന് റൂം വേണം, ഉസ്താദിന് അങ്ങനെ പൈസ വേണം, ചെക്ക് ഒപ്പിടണം, അതൊക്കെ ഇത്രയും കാലം പറഞ്ഞിട്ട് ഒരാളെങ്കിലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ കുറെ ഭാഗമൊക്കെ തീർന്നു. പക്ഷെ ആരും ചെയ്തില്ല, അങ്ങനൊന്നുമില്ല. സാധാരണ ഉസ്താദന്മാരെ പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ആള് കൂടുമ്പോ ബോക്സ് മൈക്ക് സാധനങ്ങളൊക്കെ കൂടുമ്പോ ഈ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രസംഗിക്കുള്ളൂ, അതൊക്കെ വെറുതെയാണ്. പിന്നെ സംഘാടകരൊക്കെ മലകളിലല്ലോ അവർ ജീവിച്ചിരിക്കുന്ന കാര്യം ചോദിക്കാലോ, പിന്നെ അങ്ങനൊന്നുമില്ല. പക്ഷെ അങ്ങനെ എല്ലാ ജില്ലയിലും അങ്ങനെ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ജില്ലക്കാർക്ക് ഇഷ്ടക്കുറവാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് നമ്മൾ സ്വീകരിക്കുന്ന വിഷയത്തിലാണെങ്കിലും പ്രസംഗത്തിന്റെ വിഷയത്തിലാണെങ്കിലും നമ്മളെ കൈകാര്യം ചെയ്യുക, നമുക്ക് ഭക്ഷണം തരിക, നമ്മളെ തിരിച്ചു കൊണ്ടാക്കുക, ഭയങ്കര സ്നേഹം. തിരിച്ചെത്തിയാൽ അവിടെ പിന്നെ സംഘാടകർ എന്ന് പറയുന്ന അപൂർവം ചില സംഘാടകർ മാത്രമേ ഉള്ളൂ പ്രസംഗം കഴിഞ്ഞിട്ട് സ്നേഹം പിന്നെ തുടരുന്ന ആളുകൾ. നമ്മൾ പ്രസംഗത്തിന് പോകുമ്പോൾ അതേ സ്നേഹസാരം എങ്ങനെയുണ്ട്, നമ്മൾ നാളെ അവിടെ വരും, മറ്റവർക്ക് അത് വരത്തൊന്നുമില്ല, അത് വളരെ കുറവാണ്. അതൊക്കെ ഈ പ്രസംഗത്തിന്റെ ഒരു പൊടി ഇങ്ങനെ ഇങ്ങനെ ഇടാൻ വേണ്ടി അവരിങ്ങനെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോകണം. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ സ്നേഹസാരം ഹൃദയം കൊണ്ട് ഇഷ്ടം. കാസർഗോഡ് ജില്ല കൂടുതൽ സ്നേഹസാരത്തിന് ഒരു പ്രോഗ്രാം വെച്ച സ്ഥലമാണ് കാസർഗോഡ്. സ്നേഹസാരത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും പ്രോഗ്രാം വെച്ചിട്ടില്ല. ആകെ വെച്ചത് കാസർഗോഡ് ജില്ലയിൽ ചെർക്കള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്ന് അതിന് 6 ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടിയ ഫണ്ട് അങ്ങനെ തന്നെ സ്നേഹസാരത്തിന് അവർ തന്ന ഒരു വലിയ സംഘമാണ്. അപ്പോൾ സ്നേഹസാരത്തിനോട് കുറച്ച് അധികമായ താല്പര്യം ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കാസർഗോഡ് ജില്ലക്കാർക്ക് കാണിച്ചിട്ടുണ്ട്. അത് കൂടുതലുണ്ടെന്ന് പറയാൻ പേര് തന്നെ പറയാൻ പറ്റും, പുറപുറ പറയാൻ പറ്റും, അത്ര ഇഷ്ടമാണ്. അവരെപ്പോഴും എന്താവശ്യം ഉസ്താദെ പിന്നെ ഇഫ്താർ നാളായോ പൈസ തരാം, നോമ്പ് പിടിക്കുന്ന രോഗികളൊക്കെ ഉണ്ട് അവിടെ, അതിനൊക്കെ ചോദിച്ചിട്ട് എന്തുണ്ടെങ്കിലും ഉസ്താദ് ചോദിക്കണം എന്ന് പറയുന്ന ഒരു വലിയ പട തന്നെ ഉണ്ട് കാസർഗോഡ്. പിന്നെ ബാക്കി ജില്ലകളൊന്നും മോശമല്ല, കുറച്ച് എന്നാലും സ്നേഹസഹായത്തിന്റെ വിഷയത്തിൽ കുറച്ച് അധിക താല്പര്യം കാസർഗോഡ് ജില്ലയിൽ ചോദിക്കാൻ കാരണം വെച്ചാൽ എന്റെ ഊഹം അങ്ങനെ ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് എന്നോട് ഞാൻ ഇന്നലെ സയ്യിദിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വിഷയം സയ്യിദ് പറഞ്ഞു ഞാൻ കോഴിക്കോട് നിന്നിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, കണ്ണൂരിലുണ്ട്, കാസർഗോഡുണ്ട്. അപ്പൊ എന്റെ അനുഭവത്തില് കാസർഗോഡാണ് കുറച്ചും കൂടി ആളുകൾക്ക് ഒരു ഇത് കൂടുതൽ. അല്ല, സ്നേഹസാഗരം തുടങ്ങിയതിനു ശേഷം അവർക്ക് മഹബത്ത് കൂടുതലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിൽ നിന്നും സ്നേഹസാരം കാണാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് സ്നേഹസാരം സന്ദർശിക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് നേരെ തന്നെ വന്നവരുണ്ട്. ഗൾഫിൽ നിന്ന് നേരെ വന്നിട്ട് സ്നേഹസാരത്തിൽ വന്ന് പെട്ടി പൊട്ടിച്ച് അവിടുത്തെ ഉമ്മമാർക്ക് സ്വന്തം മക്കളെ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില ഗൾഫുകാരോട് പറയും, നിങ്ങൾ വരുമ്പോൾ ഒരു പെട്ടി സ്നേഹസാരത്തിൽ കൊണ്ടുവന്നിട്ട് ഒന്നും വേണ്ട, എനിക്കൊന്നും അതിന് വേണ്ട. പക്ഷെ ഈ ഉമ്മമാരൊക്കെ ഓടി, ഞാൻ എപ്പോഴും പോയാലും ഞാൻ പല ഭാഗത്ത് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ കാറിന്റെ ഡിക്കി നിറച്ച് സാധനങ്ങളാണ്. ഈ ഉമ്മമാർക്കുള്ള ഡൈപ്പർ, അതുപോലെ തന്നെ പിന്നെ സാധനങ്ങൾ, ഭക്ഷ്യ സാധനങ്ങൾ, ചെടി, മരുന്ന്, പിന്നെ ഫ്രൂട്ട്സ്, ബ്രെഡ്, ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവും, മിഠായി, ഇതെല്ലാം കൊടുക്കും. ഞാൻ വന്നിട്ട് ആ ഡിക്കി തുറന്ന ആ സാധനം ഫുള്ള് അവർക്ക് കൊടുത്ത് ഓഫീസിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നാലും അങ്ങനെ തന്നെ, ഇനിയിപ്പോ യുഎഇ ന്ന് പോയാലും അങ്ങനെ തന്നെ നേരെ അവിടെ പോവാ. ഒരു പെട്ടി അവരെ മുമ്പിൽ വെച്ച് പൊട്ടിച്ച് അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അവരെ മക്കള് കൊടുക്കാത്ത അല്ലെങ്കിൽ അവരെ മക്കളിൽ അവർ ആഗ്രഹിച്ച ഒരു സാധനം അവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ കൂടുതൽ ഗൾഫുകാർ ഇപ്പൊ ചോദിക്കലുണ്ട് എന്നോട് എന്താണ് സാധനം വേണ്ടത്. അത് നീ കൈകാര്യം ചെയ്യുന്ന സാധനം തന്നെ ഞാൻ പറഞ്ഞു. ഒന്ന് ഈ മറ്റേ പോയ്ക്കുന്ന സാധനമല്ലോ ഊതിന്റെ, അത് നമ്മുടെ ഈ സ്നേഹസാഗരം എപ്പോഴും ദുർഗന്ധാണ്. മനുഷ്യരല്ലേ, മനുഷ്യരുടെ ഈ ബ്ലീഡിങ്, ബ്ലഡ്, മറ്റേ ഈ ചെറിയ 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 അസുഖങ്ങളുള്ള മുറിവുകളൊക്കെ, അപ്പൊ അതിനെപ്പോഴും നല്ലത് ഈ ഊതാണ്. അപ്പൊ ഈ അത്തരം ഊതും എപ്പോഴും അവിടെ ഈ പെർഫ്യൂം എപ്പോഴും സ്ഥാപനത്തിലുണ്ടാവണം. വിസിറ്റേഴ്സ് വരുമ്പോ, ഹെൽത്തി നാൾ വരുമ്പോഴൊക്കെ അവർക്ക് ഒരു ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല. എത്ര മരുന്ന് വെച്ച് കിട്ടിക്കഴിഞ്ഞാലും. അപ്പൊ അത് ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്നാല് ഇത് സ്ഥാപനം കാണാനുള്ളതുണ്ട്. അവിടെ ഉമ്മമാർക്ക് വലിയ രസമായിരിക്കും വരുമ്പോ. എത്ര തിരക്കാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് വരുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും നാട്ടിലേക്ക് നിങ്ങൾ യുഎഇ നിന്നോ അല്ലെങ്കിൽ മറ്റു ഗൾഫിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു പെട്ടി തിരുവനന്തപുരത്തുള്ള സ്നേഹസാഗരം കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ചോക്ലേറ്റ്സും ഈത്തപ്പഴും അത് മാത്രം മതി, ഇവരൊന്നും വേണ്ട അതിനകത്ത്. അവർക്ക് ഡ്രസ് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു രസത്തിനാണ്. അവര് പഴയ കാലത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടല്ലോ, അപ്പുറത്തിപ്പുറത്ത് ആരെങ്കിലും ഗൾഫ് എന്ന് വന്ന പെട്ടിയൊക്കെ എന്റെ വീട്ടിൽ ആദ്യം പൊട്ടിച്ച പെട്ടി എന്റെ ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. ഇക്ക ഇപ്പോഴും പിന്നെ ഇവിടെ യുഎഇല് ഉമ്മുൽഖൈൻ വേറെ സ്ഥലമുണ്ട്, അങ്ങനെ അങ്ങോട്ടുള്ള സ്ഥലത്തിന് പേര് അങ്ങനെ കുറച്ച് ഉള്ളിലോട്ടൊരു ജോലി, ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന, ഒരു വീട്ടിൽ ഒരു ഉപ്പായ നോക്കിയിട്ട് ജോലി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ശൈലിയാണ്. കുറെ വർഷം കൊണ്ട് പ്രവാസിയാണ്. അപ്പൊ നമുക്കൊക്കെ ആദ്യം ഗൾഫിന്റെ സാധനങ്ങൾ തരുന്നത് ഒക്കെ പിന്നെ ഇക്കയാണ്. ഞാൻ തടസ്സം പഠിക്കുമ്പോൾ ഇക്ക ഇവിടെ നിന്ന് ഏതോ ആദ്യം കൊടുത്ത വലിയ കമീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളത് ഉപയോഗിക്കില്ലല്ലോ, അത്ര ക്വാളിറ്റിയുള്ള തുണിയാണ്. എന്റെ കഫീൽ തന്നാടാനൊക്കെ ഭയങ്കര റേറ്റാണ് അതിന്. പക്ഷെ ഞാനവിടെ ചുവന്നുകൊണ്ട് കിടക്കാൻ അന്ന് ആ ചെറിയ ശരീരത്തിലൊന്നും പറ്റില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ചുവന്ന ഷാളൊക്കെ അങ്ങനെ ഗൾഫിൽ നിന്ന് ആദ്യം ശേഷം കൊണ്ട് തന്നിട്ടുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്.
ഏതായാലും ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും ഇതെന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തായാലും ആ ഒരു ആരാരുമില്ലാത്ത ആളുകൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും നിങ്ങൾ ഒരു പെട്ടി അത് സ്നേഹസാഗരത്തിന് വേണ്ടി കൊണ്ടുപോകണം ഇൻഷാ അല്ലാ. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എന്തായാലും ഇതൊന്നും അല്ലെങ്കിലും ദുആ ചെയ്യുക അവിടുത്തെ ഉമ്മമാർക്ക് വേണ്ടി. അവർ പാവങ്ങളാണ്, സാധുക്കളാണ്, മനസ്സറിഞ്ഞ് നിങ്ങളെ ഉമ്മയെ സ്നേഹിക്കുന്നവർ ദുആ. ഒന്നുമില്ല, അവർക്കൊരു സന്തോഷമാണ്. ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ഒന്നുമില്ലാതെ കൈ വീശി നിങ്ങളുടെ സ്നേഹസാരത്തിൽ വരാം. അമ്മമാരോട് കണ്ടാൽ അവര് സുഖമില്ലാത്തവരാണ്, ചോദിക്കും എന്താ കൊണ്ടുവന്നതൊക്കെ ചോദിക്കും, രസമാണ്. പക്ഷെ എന്നാലും നിങ്ങൾ അവരോട് ഒന്നിരുന്ന് അവരടുത്ത് അവർക്ക് ആളുണ്ട്, ബന്ധുക്കളുണ്ട്, ഞങ്ങളൊക്കെ നിങ്ങളോട് ഉണ്ടെന്ന് പറയുമ്പോൾ മക്കൾ ഉപേക്ഷിച്ച ബന്ധുക്കളൊക്കെ വലിച്ചെറിഞ്ഞ അവർക്ക് ഭയങ്കര ആനന്ദമായിരിക്കും. ഉസ്താദിനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഈ അടുത്ത് ഞാൻ കുറെ ശ്രദ്ധിച്ച വിഷയമാണ്. ഉസ്താദ് സ്നേഹസാഗരത്തിലുള്ള ആരാരുമില്ലാത്ത ആളുകളുടെ കൂടെ നിന്നിട്ട് കളിക്കുന്നതും അവരുടെ കൂടെ കുശലം സംസാരിക്കുന്നതും അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ ഉസ്താദിന്റെ ആ ഒരു എളിമയാർന്ന നിഷ്കളങ്കമായ സ്വഭാവം എനിക്ക് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലായതാണ്. നമുക്ക് ചില ആളുകൾ കുറച്ച് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യും ഉസ്താദ് നിഷ്കളങ്കമാണ്, കളങ്കമില്ലാത്ത സ്നേഹമാണ് ഉസ്താദിന്റെ. അപ്പോ ആ ആരാരുമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഉസ്താദിന്റെ ഒഴിവ് സമയവും അല്ലെങ്കിൽ ഉസ്താദിന്റെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാന സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് വലിയൊരു കാര്യമാണ് ഉസ്താദ് ചെയ്യുന്നത്. എനിക്കൊന്നുമില്ല, നമ്മളെപ്പോലെ എത്രയോ ആളുകൾ നമുക്കൊന്നും കഴിയാത്ത കാര്യമാണ് ഉസ്താദ് വലിയ അള്ളാഹുവിന്റെ തൗഫീഖാണിത്, മാഷാ അല്ലാ. അപ്പൊ അത് ഇനിയും തുടരാനും അതിനു വേണ്ടിയിട്ടുള്ള ഉസ്താദ് ഇനിയും ഒരുപാട് കാലം അവർക്ക് ഖിദ്മത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്കും ഉസ്താദിന്റെ തണലിൽ ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ സന്തോഷം. സാബിയുടെ തിരക്ക് പിടിച്ച യാത്രക്കിടയിൽ കുറച്ച് സമയം ഒരു സ്നേഹഭാഷണം അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷം. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്ത് നൽകട്ടെ. വെറുതെ പോലെ അത്ര സ്പ്രേ എല്ലാം വാങ്ങിയിട്ട് പോകും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.